വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഇന്ത്യൻ ജനതയെ കോർത്തിണക്കി ഏക മനസ്സാക്കി സ്വാതന്ത്ര്യത്തിന്റെ പുലരത്തുടിപ്പിലേക്ക് നയിച്ച മഹാത്മാവ്. ലളിതവും അഹിംസാത്മകവുമായ സമരമാർഗങ്ങളിലൂടെ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അടിത്തറ ഇളക്കിയ മഹാത്മാഗാന്ധി. ഭാരതത്തിന്റെ പടിഞ്ഞാറൻ തീരത്തെ കത്തിയാവാഡ് പ്രവിശ്യയിലെ പോർബന്തറിൽ 1869 ഒക്ടോബർ 2 കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിഭായിയുടെയും 4ാമത്തെ മകനായി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി പിറന്നു. ഏതു കുഞ്ഞിനെയും പോലെ തികച്ചും സാധാരണനായ ഒരു കുട്ടി. മതകാര്യങ്ങളിലൊന്നും അത്ര പിടിപാടും ശ്രദ്ധയുമില്ലാത്ത ആളാണ് പിതാവ് കരംചന്ദ് ഗാന്ധി. മാതാവ് പുത്ലിഭായ് നേരെ മറിച്ചാണ്. തികഞ്ഞ ഈശ്വര വിശ്വാസിയാണ് അവർ. കൃഷ്ണഭക്തയായ പുത്ലിഭായ് വ്രതാനുഷ്ഠാനങ്ങൾ കൃത്യതയോടെ പാലിച്ചു. ഇതെല്ലാം അനുഭവിച്ചറിഞ്ഞാണ് മോനിയ എന്ന ചെല്ലപ്പേരിൽ വിളിച്ചു പോന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി കുട്ടിക്കാലം പിന്നിട്ടത്. അമ്മയോട് ഏറെ അടുത്തു നിന്ന മോഹൻദാസിന് ഭയം കലർന്ന പ്രിയമായിരുന്നു അച്ഛനോട്. മോഹൻദാസിന് 7 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് പിതാവ് പോർബന്ദർ വിട്ട് രാജ്കോട്ട് ദിവാനായി സ്ഥലം മാറിയത്. പോർബന്തറിലെ നീലക്കടൽ തീരവും കപ്പൽ കാഴ്ചകളും അതോടെ അവന് നഷ്ടമായി. രാജ്കോട്ടിലെത്തിയ മോഹൻദാസ് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് തുടക്കമിട്ടു. എന്നും രാവിലെ കൃത്യമായി സ്കൂളിലെത്തുകയും സ്കൂൾ വിട്ട ഉടനെ വീട്ടിലേക്ക് ഓടി അണയുകയും ചെയ്യും അവൻ. മോഹൻദാസിന് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹചാരികൾ പുസ്തകങ്ങളായിരുന്നു. പുസ്തക വായനയ്ക്ക് ധാരാളം സമയം അവൻ മാറ്റിവെച്ചു. ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി നല്ലൊരു തൊഴിൽ കണ്ടെത്തണമെന്ന് മോഹൻദാസിനെ പിതാവ് നിരന്തരം ഉപദേശിച്ചു. സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മനഃപ്പാഠമാക്കുന്നതിനോട് തീരെ ഇഷ്ടമല്ലാതിരുന്ന മോഹൻദാസിന് മുൻപിൽ സംസ്കൃത പാഠങ്ങൾ കീറാമുട്ടിയായി. മോഹൻദാസിന് 11 വയസ്സായപ്പോൾ രാജ്കോട്ടിൽ തന്നെയുള്ള ഹൈസ്കൂളിലേക്ക് പഠനം മാറി. ബാലവിവാഹങ്ങൾ അപൂർവമല്ലാത്ത കാലം. 1883 മെയ് മാസം 13ാമത്തെ വയസ്സിൽ മോഹൻദാസിന് കല്യാണമായി. ഏതാണ്ട് സമപ്രായക്കാരിയായ കസ്തൂർഭായ് മകൻജി കപാഡിയയാണ് വധു. വർഷങ്ങൾ കടന്നുപോയി. 1885 പിതാവ് കരംചന്ദ് ഗാന്ധി അന്തരിച്ചു. 1887 മോഹൻദാസ് മെട്രിക്കുലേഷൻ പരീക്ഷ പാസ്സായി. 3000-ൽ 404-ാം റാങ്ക്. തൊട്ടടുത്ത വർഷം ഭാവ്നഗറിലെ സമൽദാസ് കോളേജിൽ മോഹൻദാസ് ബിരുദ പഠനത്തിന് ചേർന്നു. എന്നാൽ കോളേജ് പഠനത്തിൽ വിരസത തോന്നിയ മോഹൻദാസ് അധ്യയന വർഷത്തിന്റെ ആദ്യ പാദം പിന്നിട്ടതോടെ പഠിപ്പ് മതിയാക്കി വീട്ടിലേക്ക് മടങ്ങി. ഗാന്ധി കുടുംബത്തിന്റെ ഉപദേശകനും ബ്രാഹ്മണനുമായ മാവ്ജി ദാവെ മോഹൻദാസ് ഇംഗ്ലണ്ടിൽ പഠനം തുടരട്ടെ എന്ന അഭിപ്രായം പറഞ്ഞു. ഈ നിർദ്ദേശം അത്യാവേശത്തോടെയാണ് മോഹൻദാസ് കേട്ടത്. ലോകം കാണാനുള്ള വലിയൊരവസരം തൻ്റെ മുമ്പിൽ വന്നതായി മോഹൻദാസിന് തോന്നി. പക്ഷേ മാതാവ് പുത്ലിഭായ് ഇളയ മകൻ രാജ്യം വിട്ടു പോകുന്നതിനോട് വിയോജിച്ചു. കടൽ കടന്ന് യാത്ര നടത്തിയാൽ തൻ്റെ മകൻ ജാതിയിൽ നിന്ന് ബഹിഷ്കൃതനാകും എന്ന വേവലാതിയാണ് പ്രധാനമായും ആ അമ്മയെ അലട്ടുന്നത്. ഹിന്ദു സംസ്കാരത്തിൽ ചേരാത്ത ഒട്ടേറെ കാര്യങ്ങൾ ഇംഗ്ലണ്ടിലെത്തിയാൽ തൻ്റെ മകന് പിന്തുടരേണ്ടി വരുമെന്ന് അമ്മ ആശങ്കപ്പെട്ടു. അമ്മയെ സമാധാനിപ്പിക്കാൻ അവസാന ശ്രമം നടത്താൻ മോഹൻദാസ് തീരുമാനിച്ചു. മദ്യം തൊടില്ല, മാംസം കഴിക്കില്ല, അന്യ സ്ത്രീകളുമായി ഇടപെടില്ല. അമ്മയ്ക്ക് മുന്നിൽ മോഹൻദാസ് പ്രതിജ്ഞ ചെയ്തു.
മകനിൽ പൂർണ്ണ വിശ്വാസമുള്ള മാതാവ് മോഹൻദാസ് മുന്നോട്ട് വെച്ച പ്രതിജ്ഞകൾ പൂർണ്ണ വിശ്വാസത്തിലെടുത്തു. അതോടെ ഇംഗ്ലണ്ട് യാത്രയ്ക്കുള്ള കടമ്പകൾ നീങ്ങി. അതേസമയം പ്രിയപ്പെട്ട അമ്മയെയും കസ്തൂർബയെയും മാസങ്ങൾ മാത്രം പ്രായമുള്ള സീമന്തപുത്രൻ ഹരിലാലിനെയും വിട്ട് പിരിയുന്നതിനുള്ള വേദന മനസ്സിന്റെ ഒരു കോണിലുണ്ട്. 1888 സെപ്റ്റംബർ 4 ബാരിസ്റ്റർ പഠനത്തിന് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ബോംബെ തുറമുഖത്ത് നിന്ന് ഇംഗ്ലണ്ടിലേക്ക് യാത്ര ആരംഭിച്ചു. 1888 സെപ്റ്റംബർ 4 ബോംബെ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട കപ്പൽ സെപ്റ്റംബർ 29 ഇംഗ്ലണ്ടിലെ സതാംപ്ടൺ തുറമുഖത്ത് എത്തിച്ചേർന്നു. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ആ കപ്പലിൽ നിന്നിറങ്ങി. പുതിയൊരു ലോകത്താണ് എത്തിയിരിക്കുന്നത്. ഇന്ത്യയിലേതിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് സാഹചര്യങ്ങൾ. ലണ്ടനിലെത്തിയ മോഹൻദാസ് ആദ്യം താമസിച്ചത് വിക്ടോറിയ ഹോട്ടലിലാണ്. ലണ്ടൻ നഗരത്തിൽ കണ്ടതെല്ലാം മോഹൻദാസിന് അപരിചിതമായി അനുഭവപ്പെട്ടു. നാടിനെയും വീടിനെയും കുറിച്ചുള്ള ചിന്തകൾ അദ്ദേഹത്തെ വേട്ടയാടി. ഒരു സസ്യഭോജനശാല തേടി മോഹൻദാസ് ലണ്ടൻ തെരുവുകളിലൂടെ ഒരുപാട് ദൂരം അലഞ്ഞു. ഒടുവിൽ അങ്ങനെയൊന്ന് കണ്ടെത്തിയതോടെ വലിയ ആശ്വാസമായി. പാശ്ചാത്യ ജീവിത രീതിയും പെരുമാറ്റ സംഹിതകളും ആചാര ഉപചാരങ്ങളും പഠിച്ചെടുക്കാൻ മോഹൻദാസ് കഠിനമായി പ്രവർത്തിച്ചു. സമൂഹത്തിൽ മാന്യത ലഭിക്കാൻ കൂടുതൽ മെച്ചപ്പെട്ടൊരു സ്യൂട്ടിലേക്ക് അദ്ദേഹം താമസം മാറി. മെച്ചപ്പെട്ട വസ്ത്രങ്ങളും യൂറോപ്യൻ തൊപ്പിയും സ്വന്തമാക്കി. മുടി ചീകുന്നതിനും ടൈ ഉറപ്പിക്കുന്നതിനും നിലക്കണ്ണാടിക്ക് മുമ്പിൽ ദീർഘസമയം ചെലവഴിച്ചു. ഫ്രഞ്ച് പഠനവും പാട്ടും പ്രസംഗവും ഉൾപ്പെടെ സ്വായത്തമാക്കി സായിപ്പാകാൻ ധൃതി കൂട്ടിയ മോഹൻദാസിന് അതിനൊക്കെ ചെലവായ പണം കൂട്ടി നോക്കിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. പഠിക്കാനോ അത് സായിപ്പാവാനോ എന്തിനാണ് താൻ ഇംഗ്ലണ്ടിലേക്ക് വന്നത്? പ്രസക്തമായ ചോദ്യം മോഹൻദാസ് തന്നോട് തന്നെ ചോദിച്ചു. അതോടെ ജീവിത രീതിക്ക് സമൂലമായ മാറ്റം വന്നു. ചെലവ് കുറഞ്ഞ കൊച്ചു വാടക മുറിയിലേക്ക് താമസം മാറി. മെച്ചപ്പെട്ട ഒരു ഇംഗ്ലീഷുകാരനാവാൻ 3 മാസം നടത്തിയ പാഴ്ശ്രമത്തിനൊടുവിൽ ഗൗരവമായി പഠനത്തെ സമീപിക്കുന്ന ഒരു വിദ്യാർത്ഥിയായി മാറി ഗാന്ധി. ഭക്ഷണം സ്വയം പാകം ചെയ്തു. യാത്ര പൂർണ്ണമായും കാൽനടയാക്കി. 850 നാഴിക നടന്നാണ് ദിവസവും മോഹൻദാസ് പഠന കേന്ദ്രത്തിലെത്തിയത്. ചെലവാക്കുന്ന ഓരോ ചില്ലിക്കാശും ഉറങ്ങുന്നതിന് മുമ്പ് കൃത്യമായി രേഖപ്പെടുത്തി വെക്കുവാൻ തുടങ്ങി. പഠനം കഠിനമായെങ്കിലും ആദ്യ ശ്രമത്തിൽ തന്നെ പ്രാഥമിക നിയമങ്ങളോടൊപ്പം ഫ്രഞ്ച്, ഇംഗ്ലീഷ്, കെമിസ്ട്രി എന്നീ വിഷയങ്ങളിൽ മോഹൻദാസിന് വിജയം കൈവരിക്കാനായി. പ്രാഥമിക നിയമപരീക്ഷ പിന്നിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് കടന്നതോടെ സഹവിദ്യാർത്ഥികളോട് കൂടുതൽ അടുത്തിടപഴകേണ്ട സാഹചര്യം ഉരുത്തിരിഞ്ഞിരുന്നു. ഫ്രാൻസിലേക്ക് നടത്തിയ ഒരു ചെറു യാത്രയ്ക്ക് ശേഷം ഒടുവിലത്തെ നിയമപരീക്ഷയ്ക്ക് മോഹൻദാസ് ഗാന്ധി തയ്യാറെടുത്തു. കഠിന പരിശ്രമത്തിന് ഫലമുണ്ടായി. വൈകാതെ വന്ന പരീക്ഷാഫലം ഗാന്ധിയെ ഏറെ സന്തോഷിപ്പിച്ചു. ഉയർന്ന മാർക്കോടെ പരീക്ഷ പാസ്സായിരിക്കുന്നു. 1891 ജൂൺ 10 കോടതി പരിശീലനത്തിന് ഗാന്ധിക്ക് ക്ഷണം ലഭിച്ചു. ബാരിസ്റ്ററായി പേര് ചേർക്കപ്പെട്ട മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അടുത്ത ദിവസം തന്നെ ഹൈക്കോടതിയിൽ അഭിഭാഷകനായി എൻറോൾ ചെയ്തു. വർഷങ്ങൾ എത്ര പെട്ടെന്നാണ് കടന്നു പോകുന്നത്. താൻ ലണ്ടനിലെത്തിയിട്ട് 3 വർഷം കഴിഞ്ഞിരിക്കുന്നു. 1891 ജൂൺ 12 3 വർഷം നീണ്ട പ്രവാസം അവസാനിപ്പിച്ച് മോഹൻദാസ് ഇന്ത്യയിലേക്ക് തിരിച്ചു. ആ കപ്പൽ ഇന്ത്യൻ തീരത്തണഞ്ഞു. ബോംബെ തുറമുഖത്ത് മോഹൻദാസിനെ സ്വീകരിക്കാൻ സഹോദരൻ കാത്തുനിൽപ്പുണ്ടായിരുന്നു. തന്നെ കണ്ടതിൻ്റെ സന്തോഷം സഹോദരൻ്റെ മുഖത്ത് പ്രകടമാകാതിരുന്നത് ഗാന്ധി ശ്രദ്ധിച്ചു. യഥാർത്ഥത്തിൽ അയാൾ ദുഃഖിതനായിരുന്നു. എന്തുപറ്റി ജ്യേഷ്ഠ? അശുഭവാർത്ത എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്ന മോഹൻദാസിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ നമ്രശിരസ്കനായി ജ്യേഷ്ഠൻ മറുപടി നൽകി.
നീ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വേളയായതുകൊണ്ട് അറിയിക്കാതിരുന്നതാണ്. നമ്മുടെ അമ്മ ആഴ്ചകൾക്ക് മുമ്പ് മരണപ്പെട്ടു. പ്രതിജ്ഞ മുഴുവൻ പാലിച്ച് അമ്മയുടെ മകൻ വിജയശ്രീ ലാളിതനായി മടങ്ങി വന്നിരിക്കുന്നു എന്ന് ഉച്ചത്തിൽ അമ്മയോട് പറയാമെന്ന് ആഗ്രഹിച്ച് മടങ്ങിയെത്തിയ തനിക്ക് നെഞ്ചു പിളർക്കുന്ന വാർത്ത കാത്തുവെച്ച വിധി നിയോഗത്തിൽ ഗാന്ധി ഏറെ സങ്കടപ്പെട്ടു. എത്ര ശോകമുഖമായ മടക്കയാത്രയാണിത്. ദിവസങ്ങളോളം മോഹൻദാസ് അതീവ ദുഃഖിതനായി കഴിച്ചുകൂട്ടി. പിന്നെ സാവധാനം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി. ബോംബെയിലെത്തി അഭിഭാഷക വൃത്തി ആരംഭിച്ചു അദ്ദേഹം. ആ തുടക്കം ദയനീയ പരാജയമായി. സാക്ഷികളെ ക്രോസ് വിസ്താരം ചെയ്യാൻ പോലും ആകാതെ അദ്ദേഹം കുഴങ്ങി. ഒടുവിൽ ഒരു പരാജിതനെ പോലെ ഗാന്ധി രാജ്കോട്ടിലേക്ക് മടങ്ങി. ഇതിനിടെ 1893 ദാദാ അബ്ദുള്ള എന്നു പേരായ ഒരു മുസ്ലിം വ്യാപാരി ഗാന്ധിയെ സമീപിച്ചു. ദക്ഷിണാഫ്രിക്കയിൽ നല്ല നിലയിൽ വ്യാപാരം ചെയ്യുന്നയാളാണ് ദാദാ അബ്ദുള്ള. അദ്ദേഹത്തിൻ്റെ അകന്ന ബന്ധുവിന് ജോഹന്നാസ്ബർഗ് കോടതിയിൽ ഒരു കേസ് നടത്താൻ പറ്റിയ അഭിഭാഷകനെ വേണമെന്ന ആവശ്യവുമായാണ് ദാദാ ഗാന്ധിയെ സമീപിച്ചത്. അങ്ങനെ 1893 ഏപ്രിലിൽ ഗാന്ധി ദക്ഷിണാഫ്രിക്കയിലേക്ക് യാത്ര ആരംഭിച്ചു. അധികം വൈകാതെ ദക്ഷിണാഫ്രിക്ക കടന്നു പോകുന്ന വർണ്ണവിവേചനത്തിൻ്റെ ഭീകരത അടുത്തറിയാൻ ഗാന്ധിക്ക് ഒന്നിലധികം അവസരങ്ങൾ കൈവന്നു. തൊലി നിറത്തിൻ്റെ പേരിൽ ഇന്ത്യക്കാരോട് പോലും വലിയ വിവേചനം കാട്ടുകയാണ് ദക്ഷിണാഫ്രിക്കയിലെ ഭരണക്കാരായ വെള്ളക്കാർ. 1893 ജൂൺ 7 കേസിൻ്റെ ഭാഗമായി വിക്ടോറിയയിലേക്ക് പോകുകയാണ് ഗാന്ധി. മോഹൻദാസ് ഗാന്ധി സഞ്ചരിക്കുന്നത് 1-ാം ക്ലാസ് കമ്പാർട്ട്മെൻറ്റിലാണ്. സ്റ്റേഷനിൽ നിർത്തിയ വണ്ടിയിലേക്ക് വെള്ളക്കാരനായ ഒരു ഓഫീസർ കടന്നു വന്നു. അയാൾ ഗാന്ധിയെ അടിമുടി ഒന്ന് നോക്കി തിരിച്ചുപോയി. വൈകാതെ മറ്റൊരു റെയിൽവേ ഉദ്യോഗസ്ഥനെയും കൂട്ടി ആ വെള്ളക്കാരൻ തിരിച്ചെത്തി. മോഹൻദാസിനോട് കൂലികൾക്കുള്ള കമ്പാർട്ട്മെൻറ്റിലേക്ക് മാറാൻ റെയിൽവേ ഉദ്യോഗസ്ഥൻ കൽപ്പിച്ചു. തൻ്റെ കയ്യിൽ 1-ാം ക്ലാസ് ടിക്കറ്റുണ്ട്. താൻ ഈ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യാനുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ടെന്നും ഇവിടെ നിന്ന് മാറാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഗാന്ധി മറുപടി നൽകി. ഇന്ത്യക്കാരൻ ഇറങ്ങാൻ കൂട്ടാക്കുന്നില്ലെന്ന് കണ്ട റെയിൽവേ ഉദ്യോഗസ്ഥൻ ഒടുവിൽ പോലീസ് സഹായം തേടി. കമ്പാർട്ട്മെൻറ്റിലേക്ക് വന്ന പോലീസുകാർ ഗാന്ധിയെ പുറത്തേക്ക് തള്ളി. ഗാന്ധിയുടെ ലഗേജ് മുഴുവൻ അവർ പുറത്തേക്ക് എറിഞ്ഞു. തീവണ്ടി സ്റ്റേഷൻ വിട്ടു. കൊടും തണുപ്പ്, അപമാനഭാരം. എന്ത് ചെയ്യണമെന്നറിയാതെ വിറങ്ങലിച്ചു പോയ ഗാന്ധി കഠിനമായ രോക്ഷവും ഉള്ളിലൊതുക്കി സ്റ്റേഷനിലെ വിശ്രമമുറിയിൽ രാത്രി കഴിഞ്ഞു. അപമാനഭാരത്താൽ തിളയ്ക്കുന്ന നെഞ്ചകവുമായി ഉറക്കമില്ലാതെ കഴിച്ച ആ രാത്രി ഗാന്ധിയുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾക്ക് വഴിമരുന്നിടുകയായിരുന്നു. തീവണ്ടിയിലും തെരുവിലും മാത്രമല്ല, ജോലിസ്ഥലമായ കോടതിക്കുള്ളിൽ പോലും കൈപ്പേറിയ അനുഭവങ്ങൾ മാത്രം. നീതി സംരക്ഷിക്കുന്ന ഇടമെന്നാണ് വയ്പെങ്കിലും ന്യായാധിപന്റെ ഭാഗത്തു നിന്ന് തന്നെ വർണ്ണവെറിയുടെ അനീതി ഉണ്ടാകും എന്ന് ഗാന്ധി പ്രതീക്ഷിച്ചിരുന്നു. ഗാന്ധിയെ പിന്തുടർന്ന് അബ്ദുള്ള എത്തി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കിതൊന്നും പരിചയമില്ലാത്തതുകൊണ്ടാണ്. ഈ വെള്ള പരീക്ഷകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് ഞാൻ വിശദമാക്കി തരാം. ഇന്ത്യക്കാരെ ഹീന വിഭാഗത്തിൽപ്പെട്ടവരായാണ് അവർ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യൻ വംശജരെ കൂലി എന്ന് സംബോധന ചെയ്യുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ ദാദാ അബ്ദുള്ള കേസ് ശുഭകരമായി ഒത്തുതീർന്നു. ദൗത്യം പൂർത്തിയായതിനാൽ മടക്കയാത്രയ്ക്കുള്ള ഒരുക്കത്തിലാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഇതിനിടെയാണ് ഒരു സംഭവം ഉണ്ടാകുന്നത്. നിയമസഭയിലേക്ക് പ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ ഒരു ബില്ല് അവതരിപ്പിക്കപ്പെട്ടു. 1894 മെയ് 22-ാം തീയതി നാറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് നിലവിൽ വന്നു. ദാദാ അബ്ദുള്ളയാണ് പ്രഥമ പ്രസിഡന്റ്. സെക്രട്ടറി ചുമതല ഗാന്ധിക്ക് ലഭിച്ചു.
സംഘടന നിലവിൽ വന്ന് അധികം വൈകാതെ ഗ്രാമങ്ങളിൽ നിന്നും ദൂരദേശങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ നാറ്റാൾ ഇന്ത്യൻ കോൺഗ്രസിൽ അംഗങ്ങളാകാൻ മുന്നോട്ട് വന്നു. ദക്ഷിണാഫ്രിക്കയിലെത്തി ഇപ്പോൾ 3 വർഷം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. 6 മാസത്തെ അവധിക്ക് വീട്ടിൽ പോകാൻ ഗാന്ധി കോൺഗ്രസിന്റെ അനുവാദം തേടി. നാട്ടിൽ ചെന്ന് ഭാര്യയെയും കുട്ടികളെയും കൂട്ടി ദക്ഷിണാഫ്രിക്കയിലേക്ക് തന്നെ മടങ്ങാനാണ് അദ്ദേഹം നിശ്ചയിച്ചിരിക്കുന്നത്. 1896 മധ്യത്തോടെ SS പൊങ്കോള എന്ന യാത്രാക്കപ്പലിൽ ഗാന്ധി നാട്ടിലേക്ക് തിരിച്ചു. ബോംബെയിലെത്തിയ ഗാന്ധി അവിടെ തങ്ങാതെ രാജ്കോട്ടിലേക്ക് പോയി. ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാർ അനുഭവിക്കുന്ന അവകാശ നിഷേധത്തെയും വർണ്ണവിവേചനത്തെയും കുറിച്ച് മനസ്സിലാക്കുന്നതിനും പരിഹാരം തേടുന്നതിനും വൈസ്രോയിയെ നിർബന്ധിതനാക്കുന്നതിനാവശ്യമായ പ്രചാരണ പ്രവർത്തനങ്ങൾ ഗാന്ധി നിർബാധം തുടർന്നു. ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രമങ്ങൾ ആവശ്യമാണെന്ന് കണ്ട ഗാന്ധി ലോകമാന്യ ബാലഗംഗാധര തിലകനെ കാണാൻ പൂനെയിലേക്ക് പുറപ്പെട്ടു. തിലകുമായി നടത്തിയ ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേരിട്ടിരുന്ന ആശയ സംഘടനത്തെ അടുത്തറിയാനും ഗാന്ധിയെ സഹായിച്ചു. ബാലഗംഗാധര തിലകന്റെ നേതൃത്വത്തിലുള്ള തീവ്രവാദികളും ഗോപാലകൃഷ്ണ ഗോഖലെയുടെ നേതൃത്വത്തിലുള്ള മിതവാദികളും തമ്മിലുള്ള വൈരുദ്ധ്യം കോൺഗ്രസ് പ്രവർത്തനത്തെ പിടികൂടിയിരുന്നു. ബാലഗംഗാധര തിലകുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഗാന്ധി മദ്രാസിൽ ഒരു സമ്മേളനത്തിനായി പോയി. 1896 ഡിസംബർ ആദ്യവാരം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി സകുടുംബം ദക്ഷിണാഫ്രിക്കയിലേക്ക് മടങ്ങുകയാണ്. കോർലാൻഡ് എന്ന കപ്പലിലാണ് യാത്ര. ജനുവരിയിൽ പാർലമെന്റ് സമ്മേളനം തുടങ്ങുകയാണ്. ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നീക്കങ്ങളെ കൂടുതൽ ഗൗരവത്തോടെ സമീപിച്ച നാറ്റാൾ നിയമസഭ ഇന്ത്യൻ കച്ചവടക്കാരെയും കുടിയേറ്റക്കാരെയും കർശനമായി നിയന്ത്രിക്കുന്ന 2 നിയമനിർമ്മാണങ്ങൾക്ക് തുടക്കമിട്ടു. ഇന്ത്യൻ സമൂഹത്തിൻ്റെ വിയോജിപ്പുകളെ മറികടന്ന് ബില്ലുകൾ പെട്ടെന്ന് തന്നെ നിയമങ്ങളായി. ഗാന്ധിയുടെ തിരിച്ചുവരവും അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും നാറ്റാൾ ഇന്ത്യൻ കോൺഗ്രസിന് ചെറുതല്ലാത്ത ഉണർവും ഉന്മേഷവും നൽകി. യുദ്ധരംഗത്തെ സേവനം അവസാനിപ്പിച്ചതോടെ കൂടുതൽ കാലം ദക്ഷിണാഫ്രിക്കയിൽ തുടരേണ്ടതില്ലെന്ന തീരുമാനത്തിലേക്കാണ് ഗാന്ധി എത്തിച്ചേർന്നത്. തൻ്റെ യഥാർത്ഥ സേവനം ആവശ്യപ്പെടുന്നത് ഇന്ത്യയാണ്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയും കുടുംബവും 1901 ഡിസംബറിൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. കൽക്കത്തയിലെ ദേശീയ കോൺഗ്രസിൽ പങ്കെടുക്കുകയാണ് ഗാന്ധിയുടെ പ്രധാന ലക്ഷ്യം. കൽക്കട്ടയിലെത്തിയ ഗാന്ധിയെ താമസം ക്രമീകരിച്ചിരിക്കുന്ന റിപ്പൺ കോളേജിലേക്ക് വോളണ്ടിയർമാർ കൂട്ടിക്കൊണ്ടുപോയി. ലോകമാന്യ ബാലഗംഗാധര തിലകും ഇതേ ബ്ലോക്കിലാണ് താമസം. അദ്ദേഹത്തിൻ്റെ മുറിയിൽ പോകാനും അദ്ദേഹത്തെ കാണാനും ഗാന്ധിക്ക് അവസരം കിട്ടിയെങ്കിലും കൂടുതൽ അടുത്തിടപഴകാൻ സാധിച്ചില്ല. കോൺഗ്രസ് സമ്മേളനം തുടങ്ങി. ഒട്ടൊരു അമ്പരപ്പോടെയാണ് സമ്മേളന പന്തലിലേക്ക് ഗാന്ധി ചെന്നത്. വലിയ സദസ്സ്, വേദിയിൽ ഉന്നത ശീർഷരായ നേതാക്കൾ. ഗോപാലകൃഷ്ണ ഗോഖലെ, സുരേന്ദ്രനാഥ ബാനർജി തുടങ്ങിയ അധികായന്മാരെല്ലാമുണ്ട്. അവരുടെ മുമ്പിൽ പ്രമേയം അവതരിപ്പിക്കുന്ന കാര്യം ഓർത്തപ്പോൾ ഗാന്ധിയുടെ ഉള്ളൊന്ന് കാളി. അനുവാദം വന്നതോടെ മുഴുവൻ അങ്കലാപ്പും പ്രകടമാകുന്ന മട്ടിൽ ഗാന്ധി പ്രമേയം വായിച്ചു തീർത്തു. ഗോപാലകൃഷ്ണ ഗോഖലെ പ്രമേയത്തെ പിന്താങ്ങി. സമ്മേളനം കഴിഞ്ഞും കൽക്കട്ടയിൽ തുടർന്ന ഗാന്ധി ഗോഖലെയുമായി കൂടുതൽ അടുത്ത ബന്ധം സ്ഥാപിച്ചു. തന്നോടൊപ്പം താമസിക്കാനുള്ള ഗോഖലെയുടെ ക്ഷണം ആദ്യം നിരസിച്ചെങ്കിലും പിന്നീട് സ്വീകരിച്ചു. തന്നെ സന്ദർശിച്ച എല്ലാ പ്രധാന വ്യക്തികളെയും ഗോഖലെ ഗാന്ധിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഒരു നിമിഷം പോലും പാഴാക്കാതെ സദാസമയവും കർമ്മനിരതനാണ് ഗോഖലെ.
1 മാസത്തെ കൽക്കട്ടവാസം കഴിഞ്ഞ് തിരിച്ചു പോകാൻ ഒരുങ്ങുന്നതിന് മുൻപ് ഗാന്ധി സുപ്രധാനമായൊരു തീരുമാനമെടുത്തു. ഇന്ത്യയിൽ എവിടെയെങ്കിലും താമസം ഉറപ്പിക്കുന്നതിന് മുമ്പായി ഇന്ത്യ മുഴുവൻ കാണണം. തീവണ്ടിയിലെ 3-ാം ക്ലാസ് കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്ത് സഹയാത്രികരുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കിയുള്ള യാത്ര ആയിരിക്കണം അത്. ഗോഖലെയുമായി ഈ ആശയം പങ്കിട്ടപ്പോൾ അദ്ദേഹം പിന്തുണച്ചു. ഭാരതത്തെ അറിയാൻ വേണ്ടി നടത്തിയ നീണ്ട യാത്രകൾ. അതിനൊടുവിൽ ഗാന്ധി ബോംബെയിൽ സ്ഥിര താമസമാക്കാൻ നിശ്ചയിച്ചു. എന്നാൽ സ്ഥിതിഗതികൾ മാറിമറിഞ്ഞത് വളരെ പെട്ടെന്നാണ്. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് അപ്രതീക്ഷിതമായി ഒരു കേബിൾ സന്ദേശമെത്തി. ബ്രിട്ടീഷ് കോളനികളുടെ സ്റ്റേറ്റ് സെക്രട്ടറി ജോസഫ് ചേംബർലൈൻ വരുന്നു. ദയവായി തിരിച്ചെത്തുക. ഇതാണ് സന്ദേശം. ഗാന്ധി വീണ്ടും ദക്ഷിണാഫ്രിക്കയിലേക്ക് യാത്ര തിരിച്ചു. വർഷം 1903. ഇക്കാലമായപ്പോഴേക്കും സ്വന്തം ഭക്ഷണകാര്യങ്ങളിൽ പോലും ഗാന്ധി കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി തുടങ്ങിയിരുന്നു. ഉപവാസം, ആത്മനിയന്ത്രണം, ആത്മീയ പരിശീലനം എന്നിങ്ങനെ വിവിധ മേഖലകളിൽ വിജയിക്കാൻ ഗാന്ധിക്ക് കഴിഞ്ഞു. സസ്യാഹാരിയും ഭാരതീയ ദർശനങ്ങളോട് ആഭിമുഖ്യമുണ്ടായിരുന്ന ആളുമായ ഹെർമൻ കല്ലേൻബാക്ക് ഇക്കാര്യത്തിൽ ഗാന്ധിയോടൊപ്പം നിന്ന് പ്രവർത്തിച്ചു. 1903 കാലയളവിൽ ഗാന്ധിയോടൊപ്പം ചേർന്ന ഒരു ചെറു സംഘത്തിന്റെ സഹകരണത്തോടെ ഡർബനിൽ നിന്ന് 14 മൈൽ അകലെ ഫീനിക്സ് എന്ന പേരിൽ ഒരു ആശ്രമം സ്ഥാപിച്ചു. 1908 ജനുവരിയിൽ ഗാന്ധി അറസ്റ്റ് ചെയ്യപ്പെട്ടു. സമരക്കാരിൽ കൂടുതൽ ഐക്യവും സംഘബോധവും ആദർശനിഷ്ഠയും കെട്ടിപ്പടുക്കണമെന്നായി ഈ ഘട്ടത്തിൽ ഗാന്ധിയുടെ ചിന്ത. അതിനു മുന്നോടിയായി 1910 ടോൾസ്റ്റോയ് ഫാം എന്ന പേരിൽ ഒരു കാർഷിക കേന്ദ്രം സ്ഥാപിച്ചു. ഏറെക്കാലം കൊണ്ട് താൻ മനസ്സിലിട്ട് രൂപപ്പെടുത്തിയ സത്യഗ്രഹം എന്ന സമരമാർഗം മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്ന ലക്ഷ്യവും മുന്നിലുണ്ട്. ലളിത ജീവിതവും അച്ചടക്കവും മുഖമുദ്രയാക്കി സത്യഗ്രഹ സമരത്തിന് കൂടുതൽ ഇടയടുപ്പം സൃഷ്ടിക്കണമെന്ന ലക്ഷ്യം മുൻനിർത്തി സമരസജ്ജരെ കുടുംബസമേതം ഫാമിൽ താമസിക്കാൻ ഗാന്ധി ക്ഷണിച്ചു. 8 വർഷത്തോളം നീണ്ടുനിന്ന സത്യഗ്രഹ സമര പരമ്പരകൾക്ക് വിരാമമായി. ദീർഘനാളത്തെ തൻ്റെ പരിശ്രമങ്ങൾക്ക് ശുഭപര്യവസാനമായിരിക്കുന്നു. ഇനി ഇന്ത്യയിലേക്ക് മടങ്ങാം. 21 വർഷം നീണ്ട ദക്ഷിണാഫ്രിക്കൻ ജീവിതത്തിന് പൂർണ്ണ വിരാമമിടുന്നതിനെക്കുറിച്ച് ഗാന്ധി ഗൗരവമായി ചിന്തിക്കാൻ തുടങ്ങി. 2 പതിറ്റാണ്ടുകൾ നീണ്ട ദക്ഷിണാഫ്രിക്കൻ ജീവിതത്തിന് ശേഷം 1915 ജനുവരി 9 മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ബോംബെ തുറമുഖത്തെത്തിച്ചേർന്നു. ഫിറോസ് ഷാ മേത്തയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സംഘം അവിടെ ഗാന്ധിയെ എതിരേറ്റു. തുടർന്ന് ഫിറോസ് ഷാ മേത്തയോടൊപ്പം ഒരു സ്വീകരണ യോഗത്തിൽ ഗാന്ധി പങ്കെടുത്തു. അവിടെ വെച്ച് മുഹമ്മദ് അലി ജിന്നയെ ഗാന്ധി ആദ്യമായി കണ്ടു. ഗുജറാത്തിൽ എവിടെയെങ്കിലും ഫീനിക്സ് കുടുംബത്തോടൊപ്പം താമസിക്കാൻ പറ്റിയ ഒരാശ്രമം സ്ഥാപിക്കണം എന്ന ആശയം ഗാന്ധി ഗോഖലെയ്ക്ക് മുമ്പാകെ വെച്ചു. ഈ ആശയം ഗോഖലെയ്ക്ക് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പകർന്ന ആത്മവിശ്വാസം കൈമുതലാക്കി ഭാവി പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കണമെന്ന് ഗാന്ധി നിശ്ചയിച്ചു. ശാന്തിനികേതിലെത്തി ഒരാഴ്ച തികയും മുമ്പ് പൂനെയിൽ നിന്ന് ഗോഖലെയുടെ മരണം അറിയിക്കുന്ന ഒരു സന്ദേശം ഗാന്ധിയെ തേടി വന്നു. അദ്ദേഹം ഉടനെ പൂനെയ്ക്ക് പുറപ്പെട്ടു. ഗോഖലെയുടെ മരണം ഗാന്ധിയെ ദുഃഖിതനാക്കി. 1915 മെയ് 25 ആശ്രമം തുടങ്ങാൻ ഗാന്ധിയും സംഘവും തീരുമാനിച്ചു. ആശ്രമത്തിന് ഒരു പേര് കണ്ടെത്താൻ അധികം പ്രയാസപ്പെടേണ്ടി വന്നില്ല. ലക്ഷ്യവും സേവന മാർഗവും കാണിക്കുന്ന സത്യഗ്രഹ ആശ്രമം എന്ന പേര് സ്വീകരിച്ചു. ഈ സാഹചര്യത്തിലാണ് പണ്ഡിറ്റ് രാജകുമാർ ശുക്ല ചമ്പാരൻ സന്ദർശിക്കാൻ ഗാന്ധിയെ സമീപിക്കുന്നത്. 1916 ലക്നൗ സമ്മേളനത്തിൽ വെച്ചു തന്നെ തങ്ങളുടെ ജില്ലയായ ചമ്പാരനിലെ നീലം കർഷകർ ഏറെ നാളായി അനുഭവിച്ചു പോരുന്ന കഷ്ടനഷ്ടങ്ങളെക്കുറിച്ച് ഗാന്ധിയെ ബോധ്യപ്പെടുത്തിയിരുന്നു.
ചമ്പാരനിലേക്ക് യാത്ര തിരിക്കേണ്ട തീയതിയും സമയവും ഗാന്ധി തീരുമാനിച്ചു. ചമ്പാരൻ ജില്ലയുടെ തലസ്ഥാനമായ മോത്തിഹാരി റെയിൽവേ സ്റ്റേഷനിൽ ഗാന്ധി എത്തി. അവിടെ അദ്ദേഹത്തെ കാത്ത് നൂറുകണക്കിന് കർഷകർ നിൽപ്പുണ്ടായിരുന്നു. തങ്ങളുടെ വിമോചകനാകാൻ വന്ന ആളെ കാണാൻ പല ഗ്രാമങ്ങളിൽ നിന്നും ആളുകൾ വന്നെത്തിയിരുന്നു. ഗവൺമെന്റ് ഉത്തരവ് പരസ്യമായി ലംഘിച്ച ധീരനെ കാണാൻ ആ ജനക്കൂട്ടം കാത്തുനിന്നു. ഗാന്ധിജി, ഗാന്ധിജി എന്നവർ ആർത്തു വിളിച്ചു. കർഷകരിൽ നിന്ന് തോട്ടമുടമകൾ നിയമവിരുദ്ധമായി ഈടാക്കിയ തുകയിൽ ഒരു ഭാഗം തിരിച്ചു കൊടുക്കണമെന്നും ദുരിതപൂർണമായ തീൻകടിയ സമ്പ്രദായം നിയമം മൂലം നിർത്തലാക്കണമെന്നും കമ്മിറ്റി ഗവൺമെന്റിനോട് ശുപാർശ ചെയ്തു. ഇതോടെ തോട്ടമുടമകളുടെ അതിശക്തമായ എതിർപ്പുയർന്നു. കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് മുന്നോട്ട് വെച്ച ബില്ലിനെ അവർ എതിർത്തു. ഒടുവിൽ നിയമം പാസ്സാകുകയും കമ്മിറ്റിയുടെ ശുപാർശകൾ പൂർണ്ണമായും നടപ്പിലാകുകയും ചെയ്തു. ഒരു നൂറ്റാണ്ടിലധികം നിലനിന്ന തീൻഖടിയ എന്ന കിരാത സമ്പ്രദായം അങ്ങനെ നിർത്തലാക്കപ്പെട്ടു. തോട്ടക്കാരുടെ തേർവാഴ്ചയ്ക്ക് ശമനമായി. അപ്പോഴേക്കും അടുത്ത ദൗത്യം ഗാന്ധിയെ കാത്തിരിക്കുകയായിരുന്നു. അഹമ്മദാബാദിലെ മിൽ തൊഴിലാളികളുടെ ദുരവസ്ഥ വരച്ചിടുന്ന ഒരു കത്ത് അദ്ദേഹത്തെ തേടി വന്നു. കത്തിലൂടെ തൊഴിലാളി ജീവിതം ഏറെ ദുരിതപൂർണമാണെന്ന് ബോധ്യമായ ഗാന്ധി ചമ്പാരൻ വിട്ട് അഹമ്മദാബാദിലേക്ക് തിരിക്കാൻ തീരുമാനിച്ചു. ഇന്ത്യയിലെത്തി ഗാന്ധി നടത്തിയ ആദ്യ ഉപവാസം അധികം നീണ്ടുനിന്നില്ല. 3 ദിവസത്തിനകം ഫലം കണ്ടു. മില്ലുടമകളുടെ കടുംപിടുത്തത്തിന് വേഗം അയവ് വന്നു. 21 ദിവസത്തെ പണിമുടക്കിന് വിരാമമിട്ട് ഏക്ക് ടേക്ക് സമരത്തിന് കീഴിൽ സമ്മേളിച്ച തൊഴിലാളി സഞ്ചയത്തെ സാക്ഷി നിർത്തി മില്ലുടമകളും ലേബർ കമ്മീഷണറും സമരക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതായി അറിയിച്ചു. ആദ്യമായി ഒരു ഇന്ത്യൻ നേതാവ് നാട്ടിലെ സാധാരണക്കാരുടെ കഷ്ടപ്പാടുകളിലേക്ക് ശ്രദ്ധ തിരിച്ച സംഭവം എന്ന നിലയിൽ ചമ്പാരനും മിൽ സമരവും ഇന്ത്യയെങ്ങും ചർച്ചയായി. അഹമ്മദാബാദ് സമരം വിജയകരമായി പിന്നിട്ട ശേഷം അല്പം വിശ്രമിക്കാൻ പോലും ഗാന്ധിക്ക് അവസരമുണ്ടായില്ല. ഗുജറാത്തിലെ തന്നെ കേദ ജില്ലയിൽ മറ്റൊരു ദുരിതം സമരമായി രൂപാന്തരം പ്രാപിച്ചു വരികയായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഗാന്ധി കേദ വിഷയത്തിൽ ഇടപെട്ടത്. കർഷകരുടെ തീർത്തും ന്യായമായ ആവശ്യം അധികൃതർ അംഗീകരിക്കുന്നതുവരെ സത്യാഗ്രഹം നടത്താൻ ഗാന്ധി കർഷകരെ ഉപദേശിച്ചു. അഭിഭാഷക വൃത്തിയിൽ ഏർപ്പെട്ടു പോന്ന സർദാർ വല്ലഭായ് പട്ടേൽ തന്റെ തൊഴിൽ ഉപേക്ഷിച്ച് കേദ സമരത്തിൽ ഗാന്ധിയെ സഹായിക്കാൻ മുന്നോട്ട് വന്നു. ശങ്കർലാൽ ബാങ്കറെ, അനസൂയ ബഹൻ, ഇന്ദുലാൽ യാഗ്നിക്, മഹാദേവ് ദേശായി എന്നിവരും കൂടെയെത്തി. ഗാന്ധിയുടെ നേതൃത്വത്തിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച കർഷകർ സത്യാഗ്രഹികളായി മാറി. അവർ ഒന്നടങ്കം ഒരു പ്രതിജ്ഞയിൽ ഒപ്പുവെച്ചു. എന്ത് പ്രത്യാഘാതമുണ്ടായാലും നികുതി ഒടുക്കാൻ തങ്ങൾ തയ്യാറല്ലെന്ന് അവർ സധൈര്യം ഭരണകൂടത്തെ അറിയിച്ചു. ഗവൺമെന്റിന് യുക്തമെന്ന് തോന്നുന്ന എന്ത് നടപടി വേണമെങ്കിലും സ്വീകരിക്കാം. സമരത്തിന്റെ നേതൃത്വം സർദാർ വല്ലഭായ് പട്ടേൽ ഏറ്റെടുത്തു. പട്ടേൽ നേതൃത്വം നൽകിയ ഗുജറാത്ത് സഭയാണ് സമരത്തിന്റെ ചുക്കാൻ പിടിച്ചത്. അങ്ങനെ ഗാന്ധി ഏർപ്പെട്ട 3ാമത്തെ ജനകീയ സമരവും വിജയകരമായി കലാശിച്ചു. സത്യാഗ്രഹം എന്ന സമരമാർഗം കേദ സമരത്തിലൂടെ ഗുജറാത്തിന്റെ മണ്ണിലും വേരൂന്നി. 1ാം ലോക മഹായുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. ലോകത്തിലെ എല്ലാ സാമ്പത്തിക ശക്തികളും 1ാം ലോക മഹായുദ്ധത്തിൽ ഇരുചേരികളിലായി സ്ഥാനം പിടിച്ചു. ഈ ഘട്ടത്തിലാണ് ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച റൗലറ്റ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. 1ാം ലോക മഹായുദ്ധത്തോടനുബന്ധിച്ച് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ അടിയന്തരാവസ്ഥ മുൻകരുതലുകൾ അനന്തമായി ദീർഘിപ്പിക്കുന്നതിനാണ് ഈ നിയമം. സംശയിക്കപ്പെടുന്ന ഏതൊരാളെയും വിചാരണ കൂടാതെ 2 വർഷം വരെ തടവിലിടാൻ ഈ നിയമം സർക്കാരിന് അധികാരം നൽകും.
ബ്രിട്ടീഷ് ജഡ്ജി സർ സിഡ്നി റൗലറ്റിൻ്റെ അധ്യക്ഷതയിലുള്ള കമ്മിറ്റിയാണ് ഇത്തരമൊരു നിയമം നടപ്പിലാക്കാൻ നിർദ്ദേശം നൽകിയത്. റൗലറ്റ് ശുപാർശകൾ നിയമമാകുന്നതിന് മുമ്പ് അതിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കണം ഗാന്ധി തീരുമാനിച്ചു. അദ്ദേഹം അഹമ്മദാബാദിലെത്തി. റൗലറ്റ് ശുപാർശകൾക്കെതിരെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് സർദാർ വല്ലഭായ് പട്ടേലിനോട് ഗാന്ധി ആവശ്യപ്പെട്ടു. അവർ അടുത്ത ബന്ധമുള്ളവരുടെ ഒരു യോഗം വിളിച്ചുകൂട്ടി. റൗലറ്റ് കമ്മിറ്റിയുടെ ശുപാർശകൾ ആ റിപ്പോർട്ടിൽ നിരത്തിയ തെളിവുകൾ വെച്ച് ന്യായീകരിക്കാനാവുന്നതല്ലെന്നും ആത്മാഭിമാനമുള്ള ഏതൊരു ജനതയ്ക്കും അതിന് വഴങ്ങാനാവില്ലെന്നും ഗാന്ധി യോഗത്തിൽ പറഞ്ഞു. സമര പരിപാടികൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനായി ഗാന്ധിയുടെ നിർദ്ദേശാനുസരണം സത്യഗ്രഹ സഭ എന്ന പേരിൽ ഒരു സംഘം സ്ഥാപിക്കപ്പെട്ടു. ബോംബെ കേന്ദ്രമാക്കി പ്രവർത്തനം ആരംഭിച്ച സത്യഗ്രഹ സഭ ബുള്ളറ്റിനുകൾ പ്രസിദ്ധീകരിച്ചും പരമാവധി കേന്ദ്രങ്ങളിൽ പൊതുയോഗങ്ങൾ സംഘടിപ്പിച്ചും റൗലറ്റ് ശുപാർശകൾക്കെതിരെയുള്ള നീക്കത്തിന്റെ മുന കൂർപ്പിച്ചു. 1919 മാർച്ച് 21 ബ്രിട്ടീഷ് സർക്കാർ ഇന്ത്യയിൽ റൗലറ്റ് ആക്ട് നടപ്പിലാക്കി. ചമ്പാരനിലും അഹമ്മദാബാദിലും കേദയിലും നടന്ന സമരങ്ങളിൽ വിജയകരമായി ഇടപെട്ട മോഹൻദാസ് കരംചന്ദ് ഗാന്ധിക്ക് ഇന്ത്യയിലെ മുഖ്യധാരാ രാഷ്ട്രീയത്തിൽ അതിശക്തമായി ഇടപെടാനുള്ള സുവർണാവസരമാണ് റൗലറ്റ് ആക്ടിലൂടെ ലഭിച്ചത്. റൗലറ്റ് ആക്ടിനെതിരെ രാജ്യമെങ്ങും ഹർത്താൽ ആചരിക്കണമെന്ന് ഗാന്ധി ആഹ്വാനം ചെയ്തു. ബോംബെയിൽ നടത്തിയ ഹർത്താൽ സുവർണ വിജയമായി. പ്രക്ഷോഭത്തിന്റെ ഭാഗമായി സമാധാനപരമായി നിയമം ലംഘിക്കാനും ഗാന്ധി ആഹ്വാനം ചെയ്തു. 1919 ഏപ്രിൽ 7 രാത്രി ഗാന്ധി ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു. ഇത് മണത്തറിഞ്ഞ പോലീസ് ഗാന്ധിയെ തടയാനുള്ള നടപടികൾ തുടങ്ങി. ട്രെയിൻ മധുര പിന്നിട്ടതോടെ അറസ്റ്റ് നടന്നേക്കാമെന്ന അറിയിപ്പ് ഗാന്ധിക്ക് ലഭിച്ചു. പോലീസ് ഗാന്ധിയെ കസ്റ്റഡിയിലെടുത്തു. ഗാന്ധി അറസ്റ്റിലായെന്ന വാർത്ത അറിഞ്ഞതോടെ ബോംബെ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങി. രോക്ഷാകുലരായ ജനക്കൂട്ടം ഗാന്ധിയുടെ മോചനം ആവശ്യപ്പെട്ട് സംഘടിച്ചത് പോലീസ് നടപടി ക്ഷണിച്ചു വരുത്തി. ഗാന്ധി സ്ഥലത്തെത്താതെ സമാധാനം തിരിച്ചു കൊണ്ടുവരാനാകില്ലെന്ന നിലപാടിലാണ് ജനക്കൂട്ടം. ഈ വിവരം അറിഞ്ഞ ഗാന്ധി പെട്ടെന്ന് തന്നെ അവിടേക്ക് തിരിച്ചു. വർദ്ധിച്ച ആവേശത്തോടെ ജനങ്ങൾ ഗാന്ധിയെ സ്വീകരിച്ചു. അഹിംസാ മാർഗത്തിൽ ആത്മസംയമനത്തോടെ മാത്രമേ നടത്താവൂ എന്ന് താൻ ആഹ്വാനം ചെയ്ത സമരം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അക്രമത്തിൽ കലാശിച്ചത് ഗാന്ധിയെ ഏറെ അസ്വസ്ഥനാക്കി. ബോംബെയിൽ തിരിച്ചെത്തിയ ഗാന്ധി സത്യഗ്രഹ സഭയുടെ ആഭിമുഖ്യത്തിൽ ഒരു വോളണ്ടിയർ സംഘത്തിന് നേതൃത്വം നൽകി. സംഘത്തിന് അക്രമരഹിത സമരത്തിനാവശ്യമായ പരിശീലനം നൽകുന്ന പ്രക്രിയയ്ക്ക് ഗാന്ധി തുടക്കമിട്ടു. ഈ സമയം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോലീസ് നരനായാട്ടിന്റെ വാർത്തകൾ വന്നുകൊണ്ടിരുന്നു. ഏറ്റവും തീക്ഷ്ണമായ അനുഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പഞ്ചാബിൽ നിന്നാണ്. പോലീസ് അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് 1919 ഏപ്രിൽ 10 അമൃത്സറിൽ ഹർത്താൽ ആചരിച്ചു. ഏപ്രിൽ 13 സിഖുകാരുടെ വൈശാഖി ഉത്സവ ദിനം. പോലീസ് അതിക്രമങ്ങളിൽ പ്രതിഷേധിക്കാൻ അമൃത്സറിനടുത്തുള്ള ജാലിയൻവാലാബാഗ് മൈതാനത്ത് ഒരു പൊതുയോഗം സംഘടിപ്പിച്ചു. ഇംഗ്ലീഷ് യുവതിയെ ഹിന്ദു ദൈവങ്ങളോട് ഉപമിച്ച ജനറൽ ഡയറുടെ പ്രസ്താവന ഒരുപാട് പ്രതിഷേധം ഉയർത്തിയിരുന്നു. ഇന്ത്യക്കാരോടുള്ള ബ്രിട്ടന്റെ തരംതാണ നിലപാടായാണ് പലരും ആ പ്രസ്താവനയെ കണ്ടത്. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പ്രസ്താവനയ്ക്കെതിരെ സമാധാനപരമായി പ്രതിഷേധിക്കാൻ കൂടിയാണ് പലരും എത്തിയത്. യോഗം തുടങ്ങി ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അമൃത്സറിലെ സൈനിക കമാൻഡർ ജനറൽ റെജിനാൾഡ് ഡയർ 90 അംഗങ്ങളുള്ള ഒരു ചെറിയ സായുധ സേനയുമായി ജാലിയൻവാലാബാഗിലെത്തി. യന്ത്ര തോക്കുകൾ ഘടിപ്പിച്ച 2 വാഹനങ്ങൾ കൂടി ഡയർ കൊണ്ടുവന്നു. ജാലിയൻവാലാബാഗ് മതിലുകളാൽ ചുറ്റപ്പെട്ടതാണ്. മൈതാനത്തിലേക്കുള്ള വഴി തീരെ ചെറുതായതിനാൽ വാഹനങ്ങൾ അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ കഴിഞ്ഞില്ല. മൈതാനത്തിലേക്കുള്ള എല്ലാ വാതിലുകളും അടച്ച ശേഷം സായുധസേന മൈതാനത്തെ വളഞ്ഞു.
ജനറൽ ഡയർ ജനക്കൂട്ടത്തിന് നേരെ വെടിയുതിർക്കാൻ ആജ്ഞ നൽകി. തോക്കുകൾ തുടരെ വെടിയുതിർത്തു. ജനങ്ങൾ പരിഭ്രാന്തരായി. അവർ മൈതാനത്ത് തലങ്ങും വിലങ്ങും ഓടി. രക്ഷപ്പെടാനുള്ള മാർഗങ്ങളൊക്കെ സൈനികർ അടച്ചിരുന്നു. ഒട്ടേറെ പേർ വെടിയേറ്റ് വീണു. കുറേ പേർ രക്ഷാമാർഗമെന്നോണം മൈതാനത്തെ കിണറ്റിൽ ചാടി. വെടിക്കോപ്പ് തീരുന്നതുവരെ ജനക്കൂട്ടത്തിന് നേരെ സൈന്യം നിറയൊഴിച്ചു. 1000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. ആയിരക്കണക്കിന് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. 120 മൃതശരീരങ്ങളാണ് മൈതാനത്തെ കിണറ്റിൽ നിന്ന് മാത്രമായി ലഭിച്ചത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടത്തിയ ഏറ്റവും വലിയ നരനായാട്ടായി ജാലിയൻവാല ബാഗ് സംഭവം. കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് രവീന്ദ്രനാഥ ടാഗോർ ബ്രിട്ടീഷ് സർക്കാർ നൽകിയ സർ സ്ഥാനം ഉപേക്ഷിച്ചു. ഇക്കാലത്താണ് ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് രൂപപ്പെട്ട ഖിലാഫത്ത് പ്രശ്നത്തെപ്പറ്റി കൂടിയാലോചിക്കാൻ ഒരു ഹിന്ദു മുസ്ലിം സംയുക്ത സമ്മേളനം ഡൽഹിയിൽ ചേർന്നത്. സംഘാടകർ ഗാന്ധിയെയും യോഗത്തിന് ക്ഷണിച്ചു. മുസൽമാന്മാരോടൊപ്പം നിലയുറപ്പിക്കേണ്ടത് ഹിന്ദുക്കളുടെ കൂടി ധാർമ്മികമായ കടമയാണെന്ന് ഗാന്ധി സമ്മേളനത്തിൽ വാദിച്ചു. ഗാന്ധി ഖിലാഫത്ത് കമ്മിറ്റി മുമ്പാകെ വെച്ച നിസ്സഹരണമെന്ന ആശയം ഏറ്റെടുക്കാൻ കോൺഗ്രസും തയ്യാറായി. ഇതിനെ തുടർന്ന് 1920 സെപ്റ്റംബറിൽ നിസ്സഹരണ പ്രസ്ഥാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് കോൺഗ്രസ് കൽക്കത്തയിൽ ഒരു പ്രത്യേക സമ്മേളനം വിളിച്ചുകൂട്ടി. ബിരുദങ്ങളും ബഹുമതികളും തിരിച്ചെടുക്കുക, നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, ദേശീയ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുക, പഞ്ചായത്ത് കോടതികൾ സ്ഥാപിക്കുക, വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുക, ചർക്കയിൽ നൂറ്റ നൂലുകൊണ്ട് നെയ്ത വസ്ത്രങ്ങൾ പ്രചരിപ്പിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ കോൺഗ്രസ് സമ്മേളനം നിർണായക തീരുമാനങ്ങളെടുത്തു. യങ് ഇന്ത്യയുടെ പത്രാധിപ സ്ഥാനം ഇതിനകം ഏറ്റെടുത്തിരുന്ന ഗാന്ധി ആഴ്ചതോറും എഴുതിയ ലേഖനങ്ങളിലൂടെ തൻ്റെ അഭിപ്രായം രാജ്യത്തെ അറിയിച്ചു പോന്നു. നിസ്സഹരണ പ്രസ്ഥാനത്തിൻ്റെ ആദ്യഘട്ടം വിജയകരമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ കോൺഗ്രസിന് കഴിഞ്ഞു. ഗാന്ധിയുടെ പേരും കോൺഗ്രസിൻ്റെ സന്ദേശവും കടന്നു ചെല്ലാത്ത ഒരു ഗ്രാമവും ഇന്ത്യയിലില്ലെന്ന നില വന്നു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും വലിയ ആവേശത്തോടെ നിസ്സഹരണ പ്രസ്ഥാനത്തിൽ തോളോട് തോൾ ചേർന്നത് ഗാന്ധിയെ സന്തോഷിപ്പിച്ചു. പല സ്ഥലത്തും കോൺഗ്രസ് കമ്മിറ്റികളോടൊപ്പം ഹിന്ദുക്കളുടെ സഹകരണത്തോടെ ഖിലാഫത്ത് കമ്മിറ്റികളും രൂപം കൊണ്ട് മുസൽമാന്മാർ കൂട്ടമായി കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ മുന്നോട്ട് വന്നു. ഇതിനിടയിലാണ് മലബാറിലെ മാപ്പിളമാരുടെ ഇടയിൽ ഒരു പ്രക്ഷുബ്ധാവസ്ഥ സംജാതമായ വാർത്ത അറിഞ്ഞത്. മലബാറിൽ അങ്ങോളം ഇങ്ങോളം രൂപം കൊണ്ട ഖിലാഫത്ത് കമ്മിറ്റിയുടെ സമരാനുകൂലികൾ ആദ്യഘട്ടത്തിൽ ബ്രിട്ടീഷുകാരോടായിരുന്നു അതിശക്തമായി പ്രതികരിച്ചത്. പതിയെ ബ്രിട്ടീഷ് ഗവൺമെന്റിനെ സഹായിക്കുന്നവരെന്ന് സംശയിക്കപ്പെട്ട ഹിന്ദുക്കൾക്ക് നേരെയും അതിക്രമങ്ങൾ കൂടി വന്നു. അതോടെ ഖിലാഫത്തുകാരുടെ വഴക്ക് ബ്രിട്ടീഷുകാരോട് മാത്രമല്ല തങ്ങൾക്ക് നേരെയും കൂടിയാണെന്ന് ഹിന്ദുക്കൾക്ക് തോന്നാൻ തുടങ്ങി. ഹിന്ദുക്കളെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പക്ഷത്ത് ചേർത്ത് നിർത്തി മുസ്ലിങ്ങൾ ശത്രുതയോടെ കണ്ടത് മലബാറിൽ വൻ കലാപങ്ങൾക്ക് കാരണമായി. രാജ്യത്തിൻ്റെ ഇതര ഭാഗത്തേക്ക് മലബാർ കലാപം സംബന്ധിച്ച വാർത്ത പരന്നതോടെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കുമിടയിൽ രൂപപ്പെട്ടു വന്ന ഐക്യത്തിൽ വിള്ളൽ വീണു. രാജ്യത്ത് മിക്ക സ്ഥലത്തും ലഹള പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങും അസന്തുഷ്ടിയും അസമാധാനവും നിറഞ്ഞ അന്തരീക്ഷം. ഈ ഒരു സാഹചര്യത്തിൽ സത്യഗ്രഹം ആരംഭിക്കാൻ ഗാന്ധി നിശ്ചയിച്ചു. സത്യഗ്രഹം തുടങ്ങാനായി അദ്ദേഹം സൂറത്ത് ജില്ലയിലെ ബർദോളിയിൽ എത്തിച്ചേർന്നു. തുടർന്ന് ബർദോളി താലൂക്കിലെ പ്രമാണികളായ വ്യക്തികളുടെ ഒരു യോഗം വിളിച്ചു ചേർത്തു. ബ്രിട്ടീഷ് ഇന്ത്യൻ ഗവൺമെന്റ് കൈക്കൊള്ളാനിടയുള്ള മർദ്ദന നയത്തിന് മുമ്പിൽ ജനങ്ങൾ ധൈര്യം അവലംബിക്കണമെന്നും അക്രമരഹിതമായി വർത്തിക്കണമെന്നും തടവു ശിക്ഷ അനുഭവിക്കേണ്ടി വന്നാലും പോലീസിന്റെ അടി കൊള്ളേണ്ടി വന്നാലും ഉറച്ചു നിലകൊള്ളണമെന്നും പ്രതിജ്ഞയെടുക്കാൻ ഗാന്ധി എല്ലാവരോടും ആവശ്യപ്പെട്ടു. 1922 ഫെബ്രുവരി 5 നിസ്സഹരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത് പ്രകടനം നടത്തിയ വൻ ജനക്കൂട്ടം പോലീസുമായി ഏറ്റുമുട്ടി.
ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസ് വെടിവെച്ചു. രോക്ഷാകുലരായ പ്രക്ഷോഭകർ തിരിച്ചടിക്കാൻ തീരുമാനിച്ചു. പ്രകടനമായി നീങ്ങിയ ഒരു സംഘം ആളുകൾ അപ്രതീക്ഷിതമായി ചൗരി ചൗര പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും തീയിടുകയും ചെയ്തു. പോലീസ് സ്റ്റേഷനകത്തുണ്ടായിരുന്ന 22 പോലീസുകാരും 3 സിവിലിയന്മാരും ഉൾപ്പെടെ 25 പേർ കൊല്ലപ്പെട്ടു. വാർത്തയറിഞ്ഞ ഗാന്ധി ബർദോളിയിൽ അടിയന്തിരമായി ഒരു യോഗം വിളിച്ചു ചേർക്കാൻ കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടു. 1922 ഫെബ്രുവരി 12 ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഗാന്ധിയുടെ അഭിപ്രായം മാനിച്ച് രാജ്യവ്യാപകമായി നിയമലംഘന സമരങ്ങൾ നിർത്തിവെക്കാൻ ആഹ്വാനം ചെയ്തു. കൂടുതൽ തീവ്രമായി സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ടു പോന്ന ഭഗത് സിംഗിനെ പോലുള്ള വിപ്ലവകാരികളിൽ ഗാന്ധിയുടെ ഈ നടപടി കടുത്ത അമർഷമാണ് ഉണ്ടാക്കിയത്. തീവ്ര വിപ്ലവ പ്രസ്ഥാനങ്ങളോട് കൂടുതലടുത്ത ഭഗത് സിംഗ് ഗാന്ധിയൻ സമര രീതികളോട് വിട പറഞ്ഞു. കോൺഗ്രസ് നേതാവ് ദേശബന്ധു CR ദാസിനെ ഗാന്ധിയുടെ ഈ തീരുമാനം ക്ഷുഭിതനാക്കി. ഗാന്ധി രാഷ്ട്രത്തെയാകെ വികാരങ്ങളുടെ ഉച്ചകോടിയിലേക്ക് ഉയർത്തിയിട്ട് ആ ഉയരത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിടുകയാണ് ചെയ്യുന്നതെന്ന് CR ദാസ് ആക്ഷേപമുന്നയിച്ചു. ഇക്കാലയളവിൽ ബ്രിട്ടന്റെ ചെയ്തികളെ വിമർശിച്ച് യങ് ഇന്ത്യയിൽ ഗാന്ധി 2 ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചു. അത് ഗവൺമെന്റിന് പിടിച്ചില്ല. പോലീസ് ഗാന്ധിയെ അറസ്റ്റ് ചെയ്തു. നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചതിന് ശേഷം ഗാന്ധി നേരിട്ട ആദ്യ അറസ്റ്റ്. അദ്ദേഹത്തെ 6 കൊല്ലത്തെ ശിക്ഷയ്ക്ക് വിധിച്ചു. സബർമതി ജയിലിലേക്ക് തിരിച്ച ഗാന്ധിയെ സങ്കടം തിങ്ങുന്ന മനസ്സോടെയാണ് സഹപ്രവർത്തകർ യാത്രയാക്കിയത്. മിക്കവരും കണ്ണീർ വാർത്തു. ഗാന്ധി കഴിഞ്ഞാൽ ഏറ്റവും സ്വാധീനമുള്ള ദേശീയ നേതാക്കളായ CR ദാസിന്റെയും മോത്തിലാൽ നെഹ്റുവിന്റെയും നേതൃത്വത്തിൽ സ്വരാജ് പാർട്ടി പിറവിയെടുത്തു. സബർമതിയിലെ ജയിൽവാസം തുടരുന്നതിനിടെ 1924 ആദ്യ മാസങ്ങളിൽ തന്നെ ഗാന്ധിക്ക് ഉദരരോഗം കലശലായി. ഗുരുതരാവസ്ഥയിലേക്ക് നീങ്ങിയ രോഗം ഭേദമാക്കാൻ ശസ്ത്രക്രിയ അല്ലാതെ മറ്റു മാർഗമില്ലെന്ന് കണ്ട ജയിൽ അധികൃതർ ഗാന്ധിയെ പൂനെയിലെ ആശുപത്രിയിലേക്ക് മാറ്റി. ശസ്ത്രക്രിയ ഹിംസയാണെന്ന നിലപാടുള്ള ഗാന്ധിക്ക് ഗത്യന്തരമില്ലാതെ അതിന് വിധേയനാകേണ്ടി വന്നു. തടവു ശിക്ഷ തുടരുന്നതിന് ആരോഗ്യനില അനുയോജ്യമല്ലെന്ന് കണ്ട ഗവൺമെന്റ് ദിവസങ്ങൾക്ക് ശേഷം ഗാന്ധിയെ മോചിപ്പിച്ചു. 1925 ഇന്ത്യ ഒട്ടാകെ ഒരു യാത്ര സംഘടിപ്പിക്കുവാൻ ഗാന്ധി തീരുമാനിച്ചു. ചർക്കയുടെ പ്രചരണാർത്ഥമാണ് ഇത്തരമൊരു യാത്രയ്ക്ക് തുടക്കമിട്ടത്. ഈ സമയം തിരുവിതാംകൂറിലെ വൈക്കത്ത് ജാതീയതയ്ക്കെതിരെയുള്ള സമരം കൊടുമ്പിരി കൊള്ളുകയാണ്. വൈക്കം ക്ഷേത്രം റോഡ് അവർണ വിഭാഗങ്ങൾ ഒഴികെയുള്ളവർക്ക് ഉപയോഗിക്കാൻ മാത്രം അവകാശം നൽകിയതിനെതിരെ PK മാധവന്റെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം ആരംഭിച്ചിരുന്നു. ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഈ സമരത്തിന് ഗാന്ധിയുടെ പിന്തുണയുമുണ്ട്. അദ്ദേഹം നേരിട്ട് വൈക്കത്തെത്തി. 1925 മാർച്ച് 10 വൈക്കത്ത് ചേർന്ന മഹാസമ്മേളനത്തിൽ ഗാന്ധി പ്രസംഗിച്ചു. അടുത്ത ദിവസം രാവിലെ സമരപന്തലിലെത്തിയ ഗാന്ധി അവിടെയുള്ള 50ഓളം സത്യാഗ്രഹികളെ കണ്ടു. അവരുമായി ദീർഘനേരം സംസാരിച്ചു. തുടർന്ന് അദ്ദേഹം ബംഗാളിലേക്കാണ് പോയത്. ബംഗാളിലെ ഒരു ഗ്രാമത്തിൽ നിലകൊള്ളുന്ന ശാന്തിനികേതൻ എന്ന വിദ്യാലയം സന്ദർശിക്കാനും ആ വിദ്യാലയത്തിൻ്റെ ജീവാത്മാവായ രവീന്ദ്രനാഥ ടാഗോറിനെ കാണാനുമാണ് ഗാന്ധി എത്തിയത്. 3 ദിവസം ടാഗോറിനൊപ്പം ഗാന്ധി ചെലവഴിച്ചു. ഗാന്ധിജിയുടെ പല ആശയങ്ങളോടും ടാഗോറിന് എതിർപ്പുണ്ട്. എങ്കിലും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടുന്നതിൽ ഇരുവർക്കും തുല്യ അഭിപ്രായമാണ്. തുടർന്ന് ബംഗാളിൽ നിന്ന് ഗാന്ധി ഡാർജിലിംഗിലെത്തി ദേശബന്ധു CR ദാസിനെ സന്ദർശിച്ചു. അദ്ദേഹം രോഗശയ്യയിലാണ്. ബംഗാളിലെ ഏറ്റവും വലിയ ജനകീയ നേതാവാണ് CR ദാസ്, സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകരിൽ ഒരാൾ. 1925 ജൂൺ 6 CR ദാസ് അന്തരിച്ചു. ശക്തനായ ഒരു നേതാവിനെയാണ് ഇന്ത്യക്ക് നഷ്ടമായത്. ആ നഷ്ടം നികത്തിയേ മതിയാവും.
ഉടൻ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ഒരു സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കാൻ ഗാന്ധി ആഹ്വാനം ചെയ്തു. 1925 കോൺഗ്രസ് പ്രസിഡന്റ് പദവി സരോജിനി നായിഡുവിന് കൈമാറിയ ഗാന്ധി മുഖ്യധാരാ രാഷ്ട്രീയത്തോട് പതുക്കെ അകലം പാലിച്ചു തുടങ്ങി. അദ്ദേഹം സബർമതി ആശ്രമത്തിലേക്ക് മടങ്ങി. പൂർണ്ണമായും ആശ്രമ പ്രവർത്തനങ്ങളിൽ മുഴുകി. താൻ ഇനി മുഴുവൻ സമയവും ആശ്രമത്തിൽ തന്നെ കഴിച്ചു കൂട്ടാനാണ് ഇഷ്ടപ്പെടുന്നതെന്ന് ഗാന്ധി അനുയായികളെ അറിയിച്ചു. തുണി നെയ്യുക, ആശ്രമ അന്തേവാസികളുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക, ഒപ്പം ഗ്രന്ഥരചനയിൽ ഏർപ്പെടുക. ഇനിയുള്ള കാലം അങ്ങനെ ചെലവിടാൻ അദ്ദേഹം തീരുമാനിച്ചു. ബ്രഹ്മമുഹൂർത്തത്തിൽ ആരംഭിക്കുന്ന കർമ്മങ്ങൾ പ്രദോഷം വരെ നീണ്ടു. നൂൽക്കൽ, നെയ്ത്ത്, നിർമ്മാണ പ്രവർത്തനങ്ങൾ, വൃക്ഷത്തൈ നടീൽ, ഇതൊക്കെയാണ് ദിനചര്യകൾ. ഒപ്പം ആധ്യാത്മിക ചിന്തകൾ ആശ്രമ നിവാസികൾക്ക് പകർന്നു നൽകാനും അദ്ദേഹം സമയം കണ്ടെത്തി. ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയാണ് അദ്ദേഹത്തിന്റെ ശക്തി. അകമേയും പുറമേയും നിന്നുള്ള ആക്രമണങ്ങളെ ചെറുക്കാൻ പ്രാർത്ഥനയിലാണ് ഗാന്ധി അഭയം പ്രാപിക്കുന്നത്. 1927 ജൂലൈ 3-ാം തീയതി ഗാന്ധി ബാംഗ്ലൂരിൽ ഒരു ഖാദി മേള സംഘടിപ്പിച്ചു. ഗാന്ധിയുടെ ഈ തിരിച്ചുവരവ് അത്ഭുതത്തോടെയാണ് അനുയായികൾ വീക്ഷിക്കുന്നത്. ഇനി ആശ്രമത്തിൽ മാത്രമായി കഴിഞ്ഞുകൂടുമെന്ന് പറഞ്ഞ ഗാന്ധിജി ഇതാ വീണ്ടും പൊതുവേദിയിൽ പ്രത്യക്ഷനായിരിക്കുന്നു. ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് തനിക്ക് മാറി നിൽക്കുവാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിനറിയാം. കാരണം ഇന്ത്യൻ ജനത ഗാന്ധിയുടെ നായകത്വത്തിനായി കാത്തിരിക്കുകയാണ്. തൻ്റെ സമരമുറയായ സത്യാഗ്രഹം ഇന്ത്യൻ ജനതയുടെ രക്ഷയ്ക്ക് ഉതകും എന്ന് ഗാന്ധിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ബ്രിട്ടന്റെ ക്രൗര്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള നിശ്ചയദാർഢ്യം തനിക്കുണ്ട്. കാരണം പ്രാർത്ഥനയാണ് എൻ്റെ ശക്തി. ആ ശക്തിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് സാധിക്കില്ല, ഗാന്ധി അനുയായികളോട് പറഞ്ഞു. വ്യക്തിപരമായി ബ്രിട്ടനിൽ നിന്നും അടിയന്തര സ്വാതന്ത്ര്യം നേടുന്നതിനേക്കാൾ ഇംഗ്ലീഷ് അടിമത്തത്തിൽ നിന്നും പൂർണ്ണ മോചനം നേടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് എന്ത് വില നൽകാനും ഞാൻ തയ്യാറാണ്. ബ്രിട്ടന്റെ സാത്താൻ ഭരണം ഇന്ത്യയെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഭൗതികമായ സ്വാതന്ത്ര്യത്തെക്കാൾ ധാർമ്മികവും ആത്മീയവുമായ സ്വാതന്ത്ര്യമാണ് നമുക്ക് ആവശ്യം. ആ അഭിപ്രായ പ്രകടനത്തിലൂടെ മറ്റൊരു സമരമുഖം തുറക്കുകയാണ് ഗാന്ധി. പ്രായം 58 ആയിട്ടുള്ളുവെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഗാന്ധിയെ നിരന്തരം അലട്ടുന്നുണ്ട്. 1928 ഫെബ്രുവരിയിൽ ഗാന്ധിയുടെ രക്തസമ്മർദ്ദം വർദ്ധിച്ചു. 1928 ഓഗസ്റ്റ് 10-ാം തീയതി കൂടിയ സർവകക്ഷി യോഗത്തിൽ നെഹ്റു ഇന്ത്യക്ക് സ്വയംഭരണ പദവി നൽകണമെന്ന പ്രമേയം അവതരിപ്പിച്ചു. പ്രമേയം യോഗത്തിൽ പാസാക്കപ്പെട്ടു. ഈ ആവശ്യം അംഗീകരിക്കാൻ ബ്രിട്ടൻ തയ്യാറാകാത്ത പക്ഷം രാജ്യവ്യാപകമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കാൻ കമ്മിറ്റി തീരുമാനമെടുത്തു. ഇതിനിടെ തൻ്റെ ചെറുമകൻ രസികിന് രോഗം മൂർച്ഛിച്ചു എന്ന വാർത്ത ഗാന്ധിയെ തേടിയെത്തി. മകൻ ഹരിലാലിൻ്റെ പുത്രനാണ് 17-കാരനായ രസിക്. 1929 ഡിസംബറിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ലാഹോറിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനം പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചു. 1929 ഡിസംബർ 19-ാം തീയതി പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചു. 1930 ജനുവരി 26-ന് ഔദ്യോഗികമായി സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. ഗാന്ധിയും മറ്റു നേതാക്കളും ദേശീയ തലത്തിൽ സമരപരിപാടികൾ നടത്താനുള്ള ആസൂത്രണങ്ങൾ ആരംഭിച്ചു. അഹിംസാ മാർഗത്തിൽ അധിഷ്ഠിതമായ സമരപരിപാടികളായിരിക്കണമെല്ലാമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ട്. സത്യാഗ്രഹത്തെ പ്രധാന ആയുധമാക്കാൻ കോൺഗ്രസും തീരുമാനിച്ചു. ബ്രിട്ടീഷുകാർ 1882 പാസാക്കിയ ഉപ്പ് നിയമം ലംഘിച്ചുകൊണ്ട് നിയമലംഘനം നടത്താനാണ് ഗാന്ധി ആദ്യം തീരുമാനമെടുത്തത്. ബ്രിട്ടീഷുകാർ പാസാക്കിയ നികുതി പ്രകാരം ഉപ്പിൻ്റെ നിർമ്മാണവും വിതരണവും ബ്രിട്ടന്റെ മാത്രം കുത്തകയായി മാറി.
ഉപ്പ് നിയമം ലംഘിക്കുന്നത് കടുത്ത കുറ്റമായാണ് ഗവൺമെൻറ് കണക്കാക്കിയിരുന്നത്. ഇന്ത്യൻ തീരങ്ങളിൽ ഉപ്പ് സുലഭമായി ലഭിച്ചിരുന്നെങ്കിലും അതുണ്ടാക്കി വിൽക്കാനോ ഉപയോഗിക്കാനോ ബ്രിട്ടൻ്റെ അനുമതിയില്ലാതെ സാധിച്ചിരുന്നില്ല. ഹിന്ദു മുസ്ലിം ഐക്യമുണ്ടാക്കുന്നതിനും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെയുള്ള സമരം ശക്തമാക്കുന്നതിനും ഉപ്പ് നിയമലംഘനം വഴി തുറക്കുമെന്നും ഗാന്ധിജി കണക്കുകൂട്ടി. 1930 മാർച്ച് 12 പ്രഭാത കൃത്യങ്ങൾക്ക് ശേഷം ഗാന്ധി സത്യാഗ്രഹ യാത്രയ്ക്ക് തയ്യാറായി. ഗാന്ധിയുടെ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. 80 സത്യഗ്രഹികൾ ഗാന്ധിയോടൊപ്പം യാത്രയ്ക്ക് തയ്യാറായി നിന്നിരുന്നു. കാൽനടയായി വേണം ദണ്ഡി കടപ്പുറത്തെത്താൻ. 390 കിലോമീറ്റർ പിന്നിടേണ്ടിയിരിക്കുന്നു. ഈ മഹത്തായ ചടങ്ങിന് സാക്ഷിയാകാൻ ആയിരക്കണക്കിന് ജനങ്ങൾ സബർമതിയിലേക്ക് എത്തിക്കൊണ്ടിരുന്നു. 1 ലക്ഷത്തോളം ആളുകൾ റോഡിന് ഇരുവശത്തുമായി നിരന്നു. ആദ്യ ദിനം 21 കിലോമീറ്റർ യാത്രയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഗാന്ധി മാനസികമായും ശാരീരികമായും യാത്രയ്ക്ക് തയ്യാറെടുത്തു കഴിഞ്ഞു. എല്ലാ കണ്ണുകളും ഗാന്ധിയെ ഉറ്റുനോക്കുന്നു. ഗാന്ധി പതിയെ നടന്നു തുടങ്ങി, ഒപ്പം അനുയായികളും. നദി ഒഴുകും പോലെ യാത്ര മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരുന്നു. ഓരോ ഗ്രാമത്തിലും ജനങ്ങളെ അഭിസംബോധന ചെയ്ത് ഗാന്ധി സംസാരിച്ചു. ഉപ്പ് നിയമം തീർത്തും കരിനിയമമാണ്. ഉപ്പ് സത്യാഗ്രഹം പാവപ്പെട്ടവൻ്റെ സമരമാണ്. തൻ്റെ ആയുധം അഹിംസയാണ്. ഗ്രാമീണരോട് ആഹാരവും വസ്ത്രമലക്കാനുള്ള വെള്ളവും മാത്രമാണ് ഗാന്ധി ചോദിച്ചത്. തുറസായ സ്ഥലത്ത് കിടന്നാണ് സത്യാഗ്രഹികൾ ഉറങ്ങിയത്. തീർത്തും ലളിതമായ ജീവിതമാണ് അവർ നയിച്ചത്. യാത്രയിലെ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ സത്യാഗ്രഹികളെ പിന്നോട്ട് വലിച്ചില്ല. അവർ മുന്നോട്ട് നീങ്ങി, ഗാന്ധിയുടെ പിന്നിൽ ഒരൊറ്റ ലക്ഷ്യത്തിനായുള്ള അണിചേരൽ. ഗാന്ധിജിയുടെ ദണ്ഡി യാത്ര പുരോഗമിക്കുകയാണ്. ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് ആവേശപൂർവ്വം അതൊഴുകുകയാണ്. ദണ്ഡി യാത്രയിൽ പങ്കാളിയാകുക എന്ന ഉദ്ദേശത്തോടെ ജനങ്ങൾ ജാഥ എത്തുന്നിടത്തെല്ലാം കാത്തുനിന്നു. പ്രമുഖ നേതാക്കൾ ദണ്ഡിയാത്രയിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ എത്തിക്കൊണ്ടിരുന്നു. സരോജിനി നായിഡു സമരഭടന്മാരോടൊപ്പം ചേർന്നു. 1930 ഏപ്രിൽ 6 പ്രഭാതം. പ്രാർത്ഥനയ്ക്ക് ശേഷം ഗാന്ധി പതിയെ കടൽക്കരയിലേക്ക് നടന്നു, ഒപ്പം അനുയായികളും. ഈ സമയം അനേകായിരം ജനങ്ങൾ കടൽ തീരത്ത് സന്നിഹിതരായിരുന്നു. ഗാന്ധി അവരെ സാക്ഷിയാക്കിക്കൊണ്ട് കടൽക്കരയിൽ നിന്നും ഉപ്പ് കലർന്ന ഒരു പിടി മണ്ണ് വാരി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ മൊഴിഞ്ഞു: ഇതോടെ ഞാൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അടിത്തറ ഇളക്കുകയാണ്. തുടർന്ന് അദ്ദേഹം കടൽ വെള്ളം തിളപ്പിച്ച് ഉപ്പുണ്ടാക്കി. കടൽ തീരങ്ങളിലെല്ലാം നിങ്ങൾ ഇനി ഉപ്പുണ്ടാക്കണം. നിയമവിരുദ്ധമാണെങ്കിലും ആവശ്യ വസ്തുവെന്ന നിലയിൽ അത് നിങ്ങൾ നിർമ്മിക്കണം, ഗാന്ധിജി ജനങ്ങളോട് പറഞ്ഞു. അതൊരു തുടക്കമായിരുന്നു. ആ ദിനത്തിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ പ്രകോപനവും ഉണ്ടായില്ല. പക്ഷേ തുടർ ദിവസങ്ങളിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ ഗവൺമെന്റ് തങ്ങളുടെ നിലപാടുകൾ കർശനമാക്കാൻ തീരുമാനമെടുത്തു. 1930 ഏപ്രിൽ അവസാനത്തോടെ ഏകദേശം 60,000 പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഉപ്പ് സത്യാഗ്രഹം ഒരു മഹാസത്യാഗ്രഹമായി വളർന്ന് പടർന്ന് പന്തലിക്കാൻ തുടങ്ങി. ബ്രിട്ടീഷ് വസ്ത്രങ്ങളും സാധനങ്ങളും ജനങ്ങൾ ബഹിഷ്കരിക്കാൻ ആരംഭിച്ചു. ബ്രിട്ടീഷ് ഇന്ത്യൻ ഗവൺമെന്റ് അക്ഷരാർത്ഥത്തിൽ പകച്ചുപോയി. സത്യാഗ്രഹത്തിന്റെ ശക്തി അവർ തിരിച്ചറിയുകയാണ്. ഗാന്ധി അറസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന കാര്യത്തിൽ പോലും ഗവൺമെന്റിന് ആശങ്കയുണ്ടായി. ഭൂരിപക്ഷം ജനതയും അഹിംസാ മാർഗം സ്വീകരിച്ചത് ബ്രിട്ടീഷുകാരെ തീർത്തും വിഷമവൃത്തത്തിലാക്കി. ഇതിനിടെ ഗാന്ധി പുതിയ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. 1931 സെപ്റ്റംബറിൽ 2ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഗാന്ധി ഇംഗ്ലണ്ടിലെത്തി. 1931 സെപ്റ്റംബർ 7 ലണ്ടനിൽ 2ാം വട്ടമേശ സമ്മേളനം ആരംഭിച്ചു.
ഡിസംബർ 11 സമ്മേളനം അവസാനിച്ചു. ഇംഗ്ലണ്ടിൽ ചെലവഴിച്ച 12 ആഴ്ചകളിൽ നിരവധി മഹാരഥന്മാരുമായി ഗാന്ധിജി കൂടിക്കാഴ്ച നടത്തി. ചാർലി ചാപ്ലിൻ, ബർണാഡ് ഷാ, ലോയിഡ് ജോർജ്, കാന്റൻബറി ബിഷപ്പ് എന്നിവർ അവരിൽ ചിലരാണ്. 1934 ഗാന്ധി കോൺഗ്രസ് പാർട്ടിയിലെ അംഗത്വം രാജിവെച്ചു. പാർട്ടി നിലപാടുകളോടുള്ള വിയോജിപ്പായിരുന്നു കാരണം. ഇതേ സമയമാണ് മധ്യ ഇന്ത്യയിൽ ഒരാശ്രമം സ്ഥാപിക്കണമെന്ന ചിന്ത ഗാന്ധിയിൽ ഉദിച്ചത്. മഹാരാഷ്ട്രയിലെ വാർധയ്ക്കടുത്തുള്ള ഷെഗോൺ എന്ന ഗ്രാമത്തിൽ ഒരാശ്രമം നിർമ്മിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ ഗാന്ധി ആരംഭിച്ചു. 1936 ഏപ്രിൽ മാസം ആശ്രമ നിർമ്മാണം പൂർത്തീകരിച്ചു. ഷെഗോൺ ഗ്രാമത്തിന് സേവാഗ്രാം എന്ന് ഗാന്ധി പുനർനാമകരണം നടത്തി. തനിക്കും കസ്തൂർബയ്ക്കും വേണ്ടി ഒരു ചെറുഭവനം ഗാന്ധി അവിടെ നിർമ്മിച്ചു. രണ്ടാം ലോക മഹായുദ്ധം ആഗതമായിരിക്കുന്നു. ഈ വേളയിൽ ഇന്ത്യയെപ്പോലെയുള്ള കോളനി രാജ്യങ്ങളുടെ പിന്തുണ ബ്രിട്ടൻ ആവശ്യമാണ്. 1940 ആഗസ്റ്റ് 8 ബ്രിട്ടീഷ് ഇന്ത്യൻ വൈസ്രോയി ലിൻലിത്കോ പ്രഭു ആഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചു. ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം ലോകമഹായുദ്ധത്തിൽ ഇന്ത്യ പങ്കെടുക്കുന്നത് അംഗീകരിക്കാനേ കഴിയില്ല. സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുന്ന ഒരു രാജ്യത്തിന് അതിന് കഴിയില്ല. ബ്രിട്ടൻ ഇന്ത്യയെ ഒരു വരുമാന സ്രോതസ്സായാണ് കാണുന്നത്. അമിതമായി നികുതി ഏർപ്പെടുത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു. രണ്ടാം ലോക മഹായുദ്ധം എല്ലാ അതിർവരമ്പുകളും ഭേദിച്ച് മുന്നേറുകയാണ്. യുദ്ധത്തിൽ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ ഇത്രയും അവരുടെ ശക്തി തെളിയിച്ചുകൊണ്ടിരുന്നു. യുദ്ധത്തിൽ ബ്രിട്ടനും നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. കോളനി രാജ്യങ്ങളുടെ പൂർണ്ണ പിന്തുണ ഇതുവരെയും ബ്രിട്ടന് ലഭിച്ചില്ല, പ്രത്യേകിച്ചും ഇന്ത്യയുടെ. സിംഗപ്പൂർ യുദ്ധത്തിൽ ജപ്പാനോട് പരാജയപ്പെട്ടതും ബ്രിട്ടന് ക്ഷീണമുണ്ടാക്കി. റങ്കോണിൽ നിന്ന് പിൻവാങ്ങിയതും നിരവധി ഇന്ത്യൻ സൈനികർ ജപ്പാന്റെ പിടിയിലായതും കൂടുതൽ ആശങ്കകൾ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. ജപ്പാൻ ഏത് നിമിഷവും ഇന്ത്യയെ ആക്രമിച്ചേക്കാമെന്ന അഭ്യൂഹങ്ങൾ പടർന്നു. എന്ത് വില കൊടുത്തും കോൺഗ്രസിനെ പാട്ടിലാക്കാൻ അവർ കച്ചകെട്ടി. അതേസമയം ലേബർ പാർട്ടി വിഭാഗത്തിന് ഇന്ത്യയോടുള്ള താൽപ്പര്യവും ബ്രിട്ടനെ ഭയത്തിന്റെ മുൾമുനയിലെത്തിച്ചു. ലേബർ പാർട്ടി വിഭാഗത്തിന് ഇന്ത്യയോട് മൃദു സമീപനമാണ്. ഇന്ത്യക്ക് സ്വയംഭരണം നൽകുന്നതിനുള്ള നിയമ നടപടികൾ ആരംഭിക്കുന്നതിനെക്കുറിച്ച് അവർ ചർച്ച ചെയ്തു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലിന് ഇന്ത്യക്ക് സ്വയംഭരണം നൽകുന്നതിനോട് യാതൊരു താൽപ്പര്യവുമില്ല. പക്ഷേ ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ഇതല്ലാതെ നിർവാഹമില്ല. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു ദൗത്യ സംഘത്തെ ഇന്ത്യയിലേക്ക് അയച്ചു. സ്റ്റാഫോർഡ് ക്രിപ്സിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സംഘം 1942 മാർച്ച് 22 ഡൽഹിയിൽ എത്തിച്ചേർന്നു. രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്നതോടെ ഇന്ത്യക്ക് സ്വയംഭരണം നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾ ഇതിനോടകം രാജ്യത്ത് സംസാരമായിരുന്നു. ഇന്ത്യയിലെത്തിയ ക്രിപ്സ് ഇന്ത്യൻ നേതാക്കളുമായി സംസാരിച്ചു. ഭരണം പൂർണ്ണമായും കൈമാറുന്നതിൽ ഒരു തരത്തിലുള്ള തീരുമാനവും കൈക്കൊള്ളാൻ ക്രിപ്സ് മിഷന് സാധിച്ചില്ല. 1942 ജൂലൈ 14 കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം വാർധയിൽ ചേർന്നു. യോഗത്തിൽ ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകണമെന്ന് ബ്രിട്ടനോട് ആവശ്യപ്പെടാനും അതിന് ബ്രിട്ടൻ തയ്യാറല്ലെങ്കിൽ അഖിലേന്ത്യാ തലത്തിൽ സമര പരിപാടികൾ ആസൂത്രണം ചെയ്യാനും തീരുമാനമായി. ഇത് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനമെന്ന് അറിയപ്പെട്ടു. സർദാർ വല്ലഭായ് പട്ടേൽ, രാജേന്ദ്ര പ്രസാദ്, അനുഗ്രഹ് നാരായണ സിൻഹ എന്നിവർ ഗാന്ധിയുടെ തീരുമാനത്തെ ശിരസാവഹിച്ചു മുന്നോട്ടു പോയി. കോൺഗ്രസിലെ സോഷ്യലിസ്റ്റ് വിഭാഗവും ഗാന്ധിയുടെ അഭിപ്രായത്തെ മാനിച്ചു. പക്ഷേ കോൺഗ്രസ് ഇതര പാർട്ടികൾ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ഉചിതമല്ല എന്ന നിലപാടിലാണ്. ഗാന്ധി കുലുങ്ങിയില്ല.
നിലപാടിൽ ഉറച്ച് മുന്നോട്ടു പോകാൻ അദ്ദേഹം തീരുമാനിച്ചു. 1942 ഓഗസ്റ്റ് 8 ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് ഒരു മഹാസമ്മേളനം വിളിച്ചു ചേർക്കപ്പെട്ടു. സമ്മേളനത്തിനെത്തിയ ജനസമുദ്രത്തെ ഗാന്ധി അഭിസംബോധന ചെയ്തു. അഹിംസ അടിസ്ഥാനമാക്കിയുള്ള സഹന സമരം ഇന്നു തന്നെ ആരംഭിക്കണം, ഗാന്ധി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഒരു അഹിംസാവാദിയെ സംബന്ധിച്ചിടത്തോളം അവന് സ്വന്തം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യമല്ലാതെ മറ്റൊന്നും ആവശ്യമില്ല. ആത്യന്തികമായ വിജയമെന്നും അഹിംസയ്ക്ക് തന്നെയായിരിക്കും. നമ്മൾ സ്വയം ത്യാഗം ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ ബ്രിട്ടൻ ഒരിക്കലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാതിരിക്കാനാവില്ല. ഒടുവിൽ പ്രസംഗം അവസാനിപ്പിച്ചുകൊണ്ട് ഗാന്ധിജി പറഞ്ഞു, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഗാന്ധിജിയുടെ വാക്കുകളിൽ മൈതാനം ഇളകി മറിഞ്ഞു. ജനങ്ങൾ ആവേശഭരിതരായി. ഓഗസ്റ്റ് 9 മുതൽ ശക്തമായ സമരം നടത്താൻ ഗാന്ധി ആഹ്വാനം ചെയ്തു. 1944 ജനുവരിയിൽ തുടരെ 2 ഹൃദയാഘാതങ്ങൾ കസ്തൂർബയ്ക്കുണ്ടായി. 1944 ഫെബ്രുവരി 2 വൈകിട്ട് 7:35 കസ്തൂർബ ഗാന്ധി ഈ ലോകത്തോട് വിട പറഞ്ഞു. കസ്തൂർബയുടെ മരണം ഗാന്ധിയെ ഏറെ തളർത്തി. ആരോഗ്യ പ്രശ്നങ്ങളും ഗാന്ധിയെ നിരന്തരം അലട്ടിക്കൊണ്ടിരുന്നു. ഈ വിഷമസന്ധികളിൽ നിന്നെല്ലാം മുക്തനായേ മതിയാകൂ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രതീക്ഷകൾ ഗാന്ധിയുടെ കരങ്ങളിലാണ്. ഈ സമയത്താണ് പാകിസ്ഥാൻ എന്ന രാജ്യം വേണമെന്ന നിലപാട് മുസ്ലിം ലീഗ് ശക്തമാക്കുന്നത്. ഈ നിലപാട് ഗാന്ധിക്ക് വളരെയധികം വേദനയുണ്ടാക്കി. ഗാന്ധി ജിന്നയുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഒരു പുതിയ രാജ്യം എന്ന ആശയവുമായി മുസ്ലിം ലീഗ് മുന്നോട്ട് പോവുകയാണ്. രണ്ടാം ലോകമഹായുദ്ധം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക അണുബോംബ് വർഷിച്ചു. അതോടെ ജപ്പാനും ആയുധം ഉപേക്ഷിച്ച് കീഴടങ്ങി. രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിൻ്റെ ഭാഗമായി ഒരു സമിതിയെ ഇന്ത്യയിലേക്ക് അയക്കാൻ ബ്രിട്ടൻ തീരുമാനിച്ചു. ക്യാബിനറ്റ് മിഷൻ എന്നാണ് ഈ സമിതി അറിയപ്പെട്ടത്. സംഘം ഇന്ത്യയിലെത്തി. ചർച്ചകൾ ആരംഭിച്ചു. ഇന്ത്യയെ വിഭജിക്കാതെ തന്നെ സ്വാതന്ത്ര്യം നൽകുമെന്ന നിലപാടിലാണ് ക്യാബിനറ്റ് മിഷൻ. ഭരണം പൂർണ്ണമായും കൈമാറും വരെ ഒരു പ്രാദേശിക ഗവൺമെൻറ് രൂപീകരിക്കാനും അവർ തീരുമാനിച്ചു. പക്ഷേ ഈ പദ്ധതിയെ അംഗീകരിച്ചു കൊടുക്കാൻ പലരും തയ്യാറായില്ല. അതോടെ പുതിയ ഒരു നിർദ്ദേശം 1946 ജൂണിൽ ക്യാബിനറ്റ് മിഷൻ മുന്നോട്ട് വെച്ചു. അതുപ്രകാരം ഇന്ത്യയെ ഭരണാർത്ഥം 3 ഭാഗങ്ങളായി തിരിക്കാം. പക്ഷേ അത് കോൺഗ്രസിന് അംഗീകരിക്കാനാവുമായിരുന്നില്ല. ഇതിനിടെ 14 പേർ അടങ്ങിയ ഒരു ക്യാബിനറ്റ് രൂപീകരിക്കാൻ വൈസ്രോയ് ഇടക്കാല ഗവൺമെൻറ്റിനെ ക്ഷണിച്ചു. അതിലേക്ക് 5 പേർ കോൺഗ്രസിൽ നിന്നും 5 പേർ ലീഗിൽ നിന്നും ബാക്കിയുള്ളവർ മറ്റ് വിഭാഗങ്ങളിൽ നിന്നും ക്ഷണിക്കപ്പെട്ടു. ഇടക്കാല ഗവൺമെൻറ്റിൻ്റെ തലവനായി ജവഹർലാൽ നെഹ്റുവിനെ തിരഞ്ഞെടുത്തു. പക്ഷേ ഈ ഗവൺമെൻറ്റിൽ തുടരാൻ ലീഗ് തയ്യാറായില്ല. പാകിസ്ഥാൻ രൂപീകരണ വശം ശക്തമാക്കാൻ അവർ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി 1946 ഓഗസ്റ്റ് 16 പ്രക്ഷോഭ പരിപാടിക്ക് തുടക്കം കുറിച്ചു. രാജ്യത്ത് വർഗീയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. സമരം തുടങ്ങിയ ആദ്യ ദിനങ്ങളിൽ തന്നെ ഏകദേശം 4000 പേർ കൽക്കട്ടയിൽ മരിച്ചു വീണു. കലാപം നവഖാലിയിലേക്കും ബീഹാറിലേക്കും പടർന്നു പിടിച്ചു. ഇന്ത്യൻ നഗരങ്ങൾ രക്തപങ്കിലമായി. ഗാന്ധി അതീവ ദുഃഖിതനായി. അദ്ദേഹം ലഹള നടന്ന പ്രദേശങ്ങൾ സന്ദർശിച്ചു. ലഹള നിർത്തിവെക്കണമെന്ന് അദ്ദേഹം ജനങ്ങളോട് ആവശ്യപ്പെട്ടു.
ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ വിഭജിക്കുക എന്നത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. പക്ഷേ ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ വിഭജിക്കേണ്ടത് അനിവാര്യമായി മാറിയിരിക്കുന്നു. വിഭജനം ഇല്ലാതാക്കാൻ ഗാന്ധി തൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കാൻ ബ്രിട്ടീഷ് അധികാരികൾ തയ്യാറായില്ല. ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുക എന്നത് ആദ്യ ലക്ഷ്യം. ഇതിനിടെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തരവ് വന്നു. 1948 ജൂൺ 3 മുമ്പ് ഇന്ത്യക്ക് പൂർണ്ണമായ അധികാരം കൈമാറുമെന്നും ഭരണം സംബന്ധിച്ച് അധികാര കൈമാറ്റത്തിനു ശേഷം തീരുമാനിക്കുമെന്നാണ് അറിയിപ്പ്. അതിൻ്റെ ഭാഗമായി മൗണ്ട് ബാറ്റൻ പ്രഭുവിനെ ഇന്ത്യൻ വൈസ്രോയായി നിയമിക്കാനും തീരുമാനമായി. 1947 ഫെബ്രുവരി 20 മൗണ്ട് ബാറ്റൻ ഇന്ത്യയുടെ വൈസ്രോയായി നിയമിതനായി. ഈ സമയം ഗാന്ധിജി പ്രശ്നബാധിത പ്രദേശങ്ങളിലാണ്. തൻ്റെ 77-ാം വയസ്സിലും ഗാന്ധിജി ജനങ്ങളുടെ സങ്കടങ്ങൾക്ക് പരിഹാരം കാണാൻ സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. അവസാനത്തെ പ്രശ്നവും പരിഹരിച്ചിട്ടേ തനിക്കിനി വിശ്രമമുള്ളൂവെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. തുടർന്ന് ഗാന്ധി കൽക്കട്ടയിലെത്തി. ഈ സമയം ഗാന്ധി താമസിക്കുന്ന സ്ഥലത്ത് കലാപകാരികളുടെ ആക്രമണമുണ്ടായി. ഇതിൽ മനം നൊന്ത ഗാന്ധി അവിടെ നിരാഹാരമനുഷ്ഠിച്ചു. ആരോഗ്യം നന്നേ ക്ഷയിച്ചിരിക്കുന്നു. നിരാഹാരവ്രതം സ്ഥിതി ഗുരുതരമാക്കി. ആരെല്ലാം അപേക്ഷിച്ചിട്ടും ഗാന്ധി തൻ്റെ തീരുമാനത്തിൽ നിന്ന് പിന്തിരിയുന്നില്ല. അദ്ദേഹം മരണത്തോട് അടുക്കുകയാണ്. കലാപകാരികളും അറിഞ്ഞു. അവർക്ക് വീണ്ടും വിചാരമുണ്ടായി. കലാപകാരികൾ അക്രമം ഉപേക്ഷിച്ചു. അവർ ഗാന്ധിയോട് ക്ഷമ ചോദിച്ചു. അങ്ങനെ ആ വിലപ്പെട്ട ജീവൻ വീണ്ടെടുത്തു. 1947 മാർച്ച് 22 മൗണ്ട് ബാറ്റൻ പ്രഭു ഇന്ത്യയിലെത്തി. ഇന്ത്യക്ക് അധികാരം കൈമാറാനുള്ള നടപടികൾ അദ്ദേഹം ആരംഭിച്ചു. ഇന്ത്യയെ വിഭജിക്കുക, ഒപ്പം ഇരു രാജ്യങ്ങൾക്കും സ്വാതന്ത്ര്യം നൽകുക. അദ്ദേഹം തൻ്റെ തീരുമാനം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ അറിയിച്ചു. ഇന്ത്യൻ സ്വതന്ത്ര ബില്ല് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ തയ്യാറാക്കി അവതരിപ്പിക്കാൻ തീരുമാനമായി. ഗാന്ധി ഇപ്പോൾ തീർത്തും ഒറ്റപ്പെട്ടിരിക്കുന്നു. നാടിൻ്റെ സ്വാതന്ത്ര്യം അദ്ദേഹം ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ വിഭജനം ചിന്തിക്കാൻ പോലും ആകുമായിരുന്നില്ല. ശ്രമങ്ങളെല്ലാം വിഫലമായി. 1947 ജൂലൈ മാസത്തിൽ ബില്ല് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കി. അതുപ്രകാരം 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ തീരുമാനമായി. ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ 2 രാജ്യങ്ങൾ രൂപം കൊള്ളും. 2 രാജ്യങ്ങളുടെയും അതിർത്തികളും നിർണയിക്കപ്പെട്ടു. നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാം. 2 രാജ്യങ്ങൾക്കും സ്വതന്ത്രമായ നിയമനിർമ്മാണ സഭകൾ ഉണ്ടായിരിക്കും. 1947 ഓഗസ്റ്റ് 15 ശേഷം ബ്രിട്ടനിൽ പാസാക്കുന്ന ഒരു നിയമവും ഈ 2 രാജ്യങ്ങളിൽ പ്രാവർത്തികമാവുകയില്ല. ഒപ്പം ഇരു രാജ്യങ്ങൾക്കും സ്വതന്ത്രമായ സിവിൽ സർവീസും സൈന്യവും ഉണ്ടാക്കാം. 1947 ഓഗസ്റ്റ് 7 മുഹമ്മദ് അലി ജിന്ന കറാച്ചിയിലേക്ക് പോയി. ഓഗസ്റ്റ് 11 പാകിസ്ഥാൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വിളിച്ചുകൂട്ടി. അസംബ്ലിയിൽ വെച്ച് അദ്ദേഹം പാകിസ്ഥാൻ്റെ ആദ്യ ഗവർണർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ പാകിസ്ഥാൻ എന്ന രാജ്യം രൂപീകരിക്കപ്പെടുന്നതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇന്ത്യയുടെ ഭരണഘടന നിർമ്മാണ സമിതി 1947 ഓഗസ്റ്റ് 14 സമ്മേളിച്ചു. ഗാന്ധിജിയുടെ അക്രമരഹിതമായ സമരത്തിന് ഫലമുണ്ടായിരിക്കുകയാണ്. ബ്രിട്ടൻ ഇന്ത്യ വിടുന്നു. പക്ഷേ ഇന്ത്യ നേരിടുന്ന വർഗീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ അവർക്ക് ഇന്ത്യ വിടാനും കഴിയില്ല.
ഇന്ത്യയെ രണ്ടായി മുറിക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ ഇവിടെ ചോരപ്പുഴ ഒഴുകും. ഗാന്ധി മൗണ്ട് ബാറ്റനോട് ആവർത്തിച്ചു പറഞ്ഞു. പക്ഷേ ഗാന്ധിജി നൽകിയ മുന്നറിയിപ്പ് ബാറ്റന് അവഗണിക്കേണ്ടി വന്നു. ഇന്ത്യ വിഭജിക്കപ്പെട്ടു. ഘടികാരം അർദ്ധരാത്രിയിൽ 12 അടിച്ചു. അസാധാരണമായ ഒരു ദിവസം പുലർന്നു. അത് 1947 ഓഗസ്റ്റ് 15. 190 വർഷത്തെ ബ്രിട്ടീഷ് ഭരണത്തിന് ശേഷം ഭാരതം സ്വതന്ത്രമാകുന്നു. ന്യൂഡൽഹിയിലെ പാർലമെന്റ് മന്ദിരത്തിന്റെ വിശാലമായ ഹാളിൽ വെച്ച് ഇന്ത്യയെ സ്വതന്ത്രമാക്കുന്ന ഔദ്യോഗിക വിളംബരം മൗണ്ട് ബാറ്റൻ പ്രഭു വായിച്ചു. ജനങ്ങൾ ഹർഷാരവം മുഴക്കി. ഈ സമയം ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും ജനപ്രവാഹമാണ്. വിഭജനം പ്രഖ്യാപിച്ചതോടെ ജനങ്ങൾ വെപ്രാളത്തിലും ആശങ്കയിലുമായി തീർന്നു. മതാടിസ്ഥാനത്തിൽ ഇന്ത്യയെ രണ്ടായി മുറിച്ചിരിക്കുന്നു. മുസ്ലിം ഭൂരിപക്ഷമുള്ള പാകിസ്ഥാനും ഹിന്ദു സിഖ് ഭൂരിപക്ഷമുള്ള ഇന്ത്യയും. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിർത്തികൾ വ്യക്തമല്ല. ഇത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി. ഇരു രാജ്യങ്ങളിലേക്കുമുള്ള ജനങ്ങളുടെ പ്രവാഹം വളരെ ദയനീയമായിരുന്നു. കാൽനടയായും കാളവണ്ടികളിലും ട്രെയിനിലുമായി അവർ ഇരു രാജ്യങ്ങളിലേക്കും കുടിയേറി. യാത്രക്കിടയിൽ പലരും അപായപ്പെട്ടു. തീവണ്ടികളിൽ തിങ്ങി നിറഞ്ഞ് ആളുകൾ കൊല്ലപ്പെട്ടു. ഗാന്ധി ഇപ്പോൾ ഡൽഹിയിലെ ബിർള ഹൗസിലാണ് താമസം. ചർക്കയിൽ നൂൽ നൂൽക്കുന്നതിന് ഗാന്ധി സമയം കണ്ടെത്തി. മാധ്യമപ്രവർത്തകരുമായും പൊതുജനങ്ങളുമായും സംവാദിച്ചു. വൈകുന്നേരങ്ങളിൽ അദ്ദേഹം പ്രാർത്ഥനായോഗം വിളിച്ചു ചേർത്തു. പ്രാർത്ഥനയോട് കൂടിയാണ് ഗാന്ധിജിയുടെ ഓരോ ദിനവും ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും. പ്രഭാതത്തിൻ്റെ താക്കോലും പ്രദോഷത്തിൻ്റെ സാക്ഷിയും അദ്ദേഹത്തിന് പ്രാർത്ഥന തന്നെയായിരുന്നു. ഭഗവത്ഗീതയെ തൻ്റെ മാതാവിനോടാണ് ഗാന്ധിജി സാദൃശ്യപ്പെടുത്തിയത്. ഗീതയിലെ കർമ്മദർശനം ഗാന്ധിജി ശിരസാവഹിച്ചു. 1947 ഒക്ടോബർ 2 ഗാന്ധിയുടെ 75ാം ജന്മദിനം. ജന്മദിനത്തിൽ അദ്ദേഹം ഒന്നും കഴിച്ചില്ല. ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം നിരാഹാരം എന്നാൽ ധർമ്മമാർഗമാണ്. അത് ഭക്ഷണം കഴിക്കാതിരിക്കലല്ല. 1948 ജനുവരി 2-ാം തീയതി ഗാന്ധിജിക്ക് ഒരു കത്ത് ലഭിച്ചു. ഗാന്ധി എന്തുകൊണ്ടാണ് മറ്റു മതത്തിൽപ്പെട്ടവരോട് അനുഭാവപൂർവ്വം പെരുമാറുന്നു എന്നതിനെ സംബന്ധിച്ചുള്ളതാണ് ആ കത്ത്. അതിൽ ഒരു ഭീഷണിയുടെ സ്വരം കൂടിയുണ്ട്. ഗാന്ധി ആ കത്തിന് മറുപടി എഴുതാനിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഇനി എന്ത് സംഭവിച്ചാലും അത് നേരിടാനുള്ള കരുത്ത് ഞാൻ ആർജിച്ചിട്ടുണ്ട്. ഭയം ഒട്ടും തന്നെയില്ല. എൻ്റെ നിലപാടുകളിൽ മാറ്റം വരുത്താനും കഴിയില്ല. ഗാന്ധി ആ മറുപടിയിൽ എഴുതി. 1948 ജനുവരി 30 വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയപ്പോൾ ഗാന്ധിജി പ്രാർത്ഥനായോഗത്തിലേക്ക് പുറപ്പെട്ടു. ആഭയുടെയും മനുവിൻ്റെയും തോളിൽ കൈത്താങ്ങിയാണ് അദ്ദേഹം നടന്നത്. ആളുകൾ ആദരവോടെ നിന്നു. പെട്ടെന്ന് കാക്കി വേഷമണിഞ്ഞ ഒരാൾ മുന്നോട്ട് തള്ളിക്കയറി വന്നു. ഒന്ന് ചെറുതായി നമിച്ച ശേഷം കൈത്തോക്കുയർത്തി തുടരെ 3 തവണ അയാൾ വെടിയുതിർത്തു. വെള്ള വസ്ത്രങ്ങളിൽ ചോര പടർന്നു. ഹേ റാം, ഗാന്ധി ശാന്തസ്വരത്തിൽ വിളിച്ചു. പിന്നെ കുഴഞ്ഞു വീണു. മഹാത്മാവിൻ്റെ ശബ്ദം നിലച്ചു. ആ യുഗപ്രഭാവൻ ഈ ലോകത്തോട് എന്നേക്കുമായി വിട പറഞ്ഞു. മഹാത്മാജി വെടിയേറ്റ് മരിച്ചു. വാർത്ത കാട്ടുതീ പോലെ പടർന്നു. 78 വർഷം നീണ്ട മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന ഗാന്ധിജിയുടെ ജീവിതം തീർത്തും വിസ്മയകരമായിരുന്നു.
ജീവിതാനുഭവത്തിലൂടെയും വായനയിലൂടെയും ആർജിച്ചെടുത്ത അറിവുകൾ സ്വാംശീകരിച്ച് അദ്ദേഹം സത്യഗ്രഹമെന്ന ആശയമുണ്ടാക്കിയെടുത്തു. ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു സത്യഗ്രഹം. ദക്ഷിണാഫ്രിക്കയിൽ പരീക്ഷിച്ച് വിജയിച്ച സത്യഗ്രഹം അദ്ദേഹം ഇന്ത്യയിലും പ്രയോഗത്തിൽ വരുത്തി. സത്യവും അഹിംസയും ആയുധമാക്കിക്കൊണ്ട് പ്രയോഗിച്ച സത്യഗ്രഹം ഒരു മഹത്തായ വിജയമാണ്. ഗാന്ധിജിയുടെ സത്യഗ്രഹ മാർഗം പിന്തുടർന്ന് പല രാജ്യങ്ങളിലും പലരും ഇത് പ്രയോഗിച്ച് വിജയിപ്പിച്ചു. സമാന സമരം നടത്തിയ അത്തരം നേതാക്കളെ ഗാന്ധിയുടെ നാമം ചേർത്ത് വിളിക്കാൻ അവിടുത്തെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടു. ശ്രീലങ്കൻ ഗാന്ധി അരിയരത്ന, ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി നെൽസൺ മണ്ടേല, അമേരിക്കൻ ഗാന്ധി മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ എന്നിവർ അവരിൽ ചിലർ മാത്രം. അത്രത്തോളം മഹത്തരമായിരുന്നു ഗാന്ധി എന്ന യുഗപുരുഷന്റെ ജീവിത സന്ദേശം. പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ ഈ വാക്കുകൾ ഓർക്കേണ്ടതാണ്. നമ്മുടെ ആവശ്യത്തിൽ കവിഞ്ഞ ഒന്നും തന്നെ നാം എടുക്കരുത് എന്ന് ഗാന്ധി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഗാന്ധിജി ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ്. അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾക്ക് ഓരോ ദിവസവും പ്രസക്തി ഏറിക്കൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്ക് മഹത്തരമാണ് ആ ജീവിതവും ദർശനവും. അതുകൊണ്ട് തന്നെയാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ ഗാന്ധിജിയെപ്പറ്റി ഇങ്ങനെ പറഞ്ഞത്: ഇങ്ങനെയൊരു മനുഷ്യൻ മജ്ജയും മാംസവുമായി ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നുവെന്ന് വരും തലമുറ വിശ്വസിക്കില്ല.